എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ മാനേജർ പറയുന്നത് ഞങ്ങൾക്ക് ഇൻട്രോക്ക് തീരെ എനർജി പോരാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പഞ്ചോട് കൂടി തന്നെ ഞങ്ങൾ തുടങ്ങിയിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ സാധാരണ എനർജിയിൽ എല്ലാവർക്കും പക്ഷെ ഇന്നൊരു സ്പെഷ്യൽ എനർജി വേണം. കാരണം ഇത് നമ്മുടെ വർഷത്തിലെ അവസാനത്തെ പോഡ്കാസ്റ്റ് ആണ് അല്ലേ? അപ്പൊ എനിക്ക് എപ്പോഴും എനർജി ഉണ്ട്, നെഗറ്റീവ്. അതെ, നമ്മള് കമന്റ്സിന് പറയുന്നത് മഹാദേവന് നെഗറ്റീവ് എനർജിയാണ്. പോഡ്കാസ്റ്റ് കമന്റിൽ നമ്മൾ വായിച്ച ഒരു കമന്റ് ആണ്, മഹാദേവൻ നെഗറ്റീവ് എനർജിയാണ്. പോസിറ്റീവ് ആയാൽ കൊള്ളാം. അല്ല, അല്ലെങ്കിൽ പോസിറ്റീവ് ആയി. രണ്ട് നെഗറ്റീവ് ഒരുമിച്ച് വന്നാൽ പോസിറ്റീവ് ആവുമല്ലോ. ശരിയാ. നെഗറ്റീവാ? ഞാൻ ഫുൾ നെഗറ്റീവ് ആണ്. ബ്ലഡ് ഗ്രൂപ്പ് പക്ഷെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണ്. എ പോസിറ്റീവ് ആണ്. അതിൽ എ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. നെഗറ്റീവ്. ഞാൻ എ ബി പോസിറ്റീവ്. നമ്മൾ ന്യൂ ഇയർ എപ്പിസോഡ് അല്ലേ? അതെ, ന്യൂ ഇയർ എപ്പിസോഡാണ്. അപ്പം എല്ലാവരും ഞാൻ മാത്രം ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞത് ഞാൻ നെഗറ്റീവ് ആണ് പറഞ്ഞത്. ഞാൻ ബി പോസിറ്റീവ്. വിരോധാഭാസം. ശരി, അപ്പൊ ഇത് നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇത് ജാനുവരി 1-ാം തീയതി, ചിലപ്പോൾ ജാനുവരി 1-ാം തീയതി തന്നെ ഇറങ്ങും. ഞങ്ങളുടെ മാനേജർക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ഈ കാണിച്ച എനർജി ഉണ്ടെങ്കിൽ. അതെ, അപ്പോ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. പ്ലസ് ടുന് ഞാൻ പഠിക്കുന്ന സമയത്ത്, അതായത് ചേട്ടൻ ഒക്കെ ഡിഗ്രി ഫൈനൽ ഇയർ ആ ഒരു ടൈമിൽ നിൽക്കുന്ന സമയത്ത്, നമ്മുടെ ഈ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞുള്ള വീടിന്റെ ബാക്കിലുള്ള ഒരു കണ്ടുണ്ട്. അവിടെ ഇവരൊക്കെ കൂടി രാത്രി ഒരു ചെറിയ പരിപാടിയൊക്കെ വെക്കാന്ന് വിചാരിച്ചു. ഉർക്കണ്ടം ബ്രദേഴ്സ് ഞങ്ങളുടെ അവിടെ ഒരു പരിപാടി വെക്കാന്ന് വിചാരിക്കുന്നു. ആ പരിപാടിക്ക് വീടിന്റെ അവിടെ നിന്ന് മോട്ടറിന്റെ ഇതിൽ നിന്ന് ഞാനൊരു വയർ കണക്ഷൻ എടുത്ത് CD പ്ലെയർ കണക്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഈ ഇലക്ട്രിക്കൽ പണിക്ക് പോയതാ ഞാൻ. അല്ലല്ല, ഇത് വേറെ CD പ്ലെയർ. അത് CD പ്ലെയർ പിള്ളേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഈ സാധനത്തിന് ഞാൻ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നു. അപ്പൊ പാട്ടൊക്കെ വെച്ച് ചെറിയ തോതിൽ അവരൊക്കെ ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ഒരു ചേട്ടൻ അടിച്ച് ഫിറ്റ് ആയിട്ട് ഇവിടെ വന്നു. മക്കളെ, ഞാനും നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ ചേട്ടൻ വന്നിട്ട്. അപ്പൊ വേണ്ട ചേട്ടാ, നിങ്ങൾ അടി ഉണ്ടായിരുന്ന ചെറിയ രീതിയിലുള്ള ബിയറൊക്കെ അന്ന് നമ്മുടെ ആൾക്കാർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന രീതി സ്മോള് അല്ലെങ്കിൽ ഹോട്ട് അല്ലെങ്കിൽ ബിയറിലേക്കൊക്കെ 2004 വന്നിട്ടില്ല ഇവിടെ. MDMA കഞ്ചാവ് കണ്ടിട്ട് പോലില്ല. അപ്പൊ ആ ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ എന്തോ ചോദിച്ചു. അപ്പൊ ആ ചേട്ടൻ കുറച്ചു നേരം അവിടെ എല്ലാരും പറഞ്ഞത് പോസ്റ്റാണ്, ആള് എന്റർടൈൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇയാളെ നമ്മൾ വലിയ കാര്യമായിട്ട് എന്റർടൈൻ ചെയ്തില്ല. അവിടെ പാട്ട് വയ്ക്കുന്നു, നമ്മൾ ചെറിയ തോതിൽ ഫുഡൊക്കെ അടിച്ച് ചെയ്യുന്നു. ഈ ചേട്ടനെ പെട്ടെന്ന് കാണണ്ടായി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു കൂട്ടം ആൾക്കാർ വന്ന് ഇയാള് ചെന്നിട്ട് അവിടെ എന്തൊക്കെയോ പറഞ്ഞു. നമ്മള് അയാളെ കയറി ചൊറിഞ്ഞുന്നോ തല്ലിന്നോ എന്തോ പറഞ്ഞു. ആരാണ് അവരെ തല്ലിയെന്ന് വെച്ചിട്ട് വരുന്നു, ഒന്നും തള്ളുണ്ടാകുന്നു. എന്തുണ്ടായി ഞാൻ ആരോ തല്ലി മാറ്റായിരുന്നു. ഇടിച്ചിട്ടൊന്നുമില്ല, തല്ലി മാറ്റിയിട്ടുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ തല്ലി മാറ്റുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ക്രിക്കറ്റ് കളിക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റെമ്പ് ഉണ്ട്, കരിങ്കല്ലിന്റെ. ആ സാധനം എടുത്തിട്ട് ഒരുത്തന്റെ തലയ്ക്ക് അതാ നമ്മള് ഈ ബോൾ ചെയ്യുന്ന സൈഡിൽ ഒരു വെറുതെ ഒരു കരിങ്കല്ലല്ലേ വെക്കുള്ളൂ. അത് ആരുടെ എന്റെ തലവരെ കൊണ്ടുകിട്ടി 12 സ്റ്റിച്ച് 11:45 ഞാൻ അമല ഹോസ്പിറ്റലിലുണ്ട്. 12 സ്റ്റിച്ച് 11:45. അത് അതാ പറഞ്ഞ എപ്പോഴും. അത് കഴിഞ്ഞിട്ട് പൊട്ടി കഴിയുമ്പോഴാണ് സ്റ്റിച്ച് 1 2 3 4 12. മറ്റേ ഡോക്ടർ ഇങ്ങനെ ഇട്ടോണ്ടിരുന്നത് അവിടെയൊക്കെ വന്നിട്ട് 12. അങ്ങനെ ഒരു 12 സ്റ്റിച്ച് അത് കിട്ടി. സ്പെഷ്യൽ സ്റ്റിച്ചിന്റെ സൈഡിൽ സ്റ്റാർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായത് എന്റെ കസിൻ ഉണ്ട്, ബാസ്റ്റിൻ എന്ന് പറയുന്നത്. എന്റെ കസിൻസിൽ തന്നെ ഞാൻ കുറച്ചും കൂടി അറ്റാച്ച്ഡ്. ഒരു ടൈമിൽ ഞങ്ങള് അങ്ങനെയാണ്. ചെറുതിലെ ഞങ്ങൾ ക്രിക്കറ്റ് കളിയിലും എല്ലാത്തിലും പാർട്ട്ണറാണ് ബാസ്റ്റിൻ, എല്ലാ പരിപാടിക്കും. അപ്പോ ഇത് കോളേജൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താ. അന്ന് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ എന്റെ ചേട്ടൻ വീട്ടിലില്ല, അവൻ ബാംഗ്ലൂരായിരുന്നു. കൂട്ടുകാരും കുറെ പേരൊക്കെ പുറത്താണ്, വേറെ ആരുമില്ല. ഇവന്റെ കൂടെ കൂട്ടുകാരും ഇല്ല എന്ന് പറഞ്ഞാ ന്യൂ ഇയറിൽ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഒരു പരിപാടിയില്ല, വെറുതെ ഇരിക്കും. അപ്പൊ എന്നാ ഞാൻ എന്നാ ഞാൻ ചെറുതെടുത്തിട്ട് വന്നാലോ എന്ന് ചോദിച്ചു. ഓരെ എന്നിട്ട് വീണ്ടും ആ ഉറക്കണ്ടത് ഞാനും വാസിനും രണ്ടുപേരും വെറുതെ ഇരുന്നടിക്കുന്നു. നീ ചെറുതെടുത്താൽ വലുത് വരികയോ
അല്ല എന്റെ 2-3 കൂട്ടുകാർ വേറെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് 2 അടിക്കുന്നു. അടിച്ച് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്ന പരിപാടി എന്താ, ഒരരെടുത്ത് കഴിഞ്ഞ് അത് അടിച്ച് തീർന്നു കഴിഞ്ഞാൽ പോരായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരും. ഇത് ബാസ്റ്റിന് തോന്നി. ബാസ്റ്റിൻ ബൈക്ക് എടുത്തിട്ട് വേറൊരു കൂട്ടുകാരനും കൂടി ഉണ്ടായിരുന്നു, ആ ശ്രീജിത്ത്, അവന്റെ പേരങ്ങനെ വിടണ്ടല്ലോ. ഇവനെയും കൊണ്ട് അവൻ പറഞ്ഞു എനിക്കൊരു സ്ഥലത്ത് ചടഞ്ഞുകൂടി കിടന്ന് അവിടെ കിടക്കണം എന്നുള്ളു. പിന്നെ എഴുന്നേറ്റ് പോക്കോ പരിപാടിയൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. ഞാൻ ഉറക്കണ്ടത്തെ ആകാശം നോക്കി കിടക്കാണ്. അപ്പൊ എന്റെ പേഴ്സും സാധനമൊക്കെ ഞാൻ ഇവിടെ സൈഡിലിട്ടുണ്ട്. ഞാൻ അങ്ങനെ മോളി നോക്കി കിടക്കുന്നു. ബാസ്റ്റിൻ പറഞ്ഞു ഞാൻ ഒരെണ്ണം ഇപ്പൊ ഒപ്പിച്ചിട്ട് വരാന്ന്. നീ ഈ സമയത്ത് എവിടെ പോയിട്ട് ഒപ്പിച്ചിട്ട് ഈ സമയത്ത് നീ എവിടെ പോയിട്ട് ഒപ്പിക്കാനാണ്? അപ്പൊ ശ്രീജിത്ത് പറഞ്ഞു വായോ നമുക്ക് ഒപ്പിക്കാന്ന് പറയുന്നു. ഇവര് ബൈക്ക് എടുത്ത് അടിച്ച് ബൈക്ക് എടുത്ത് പോയിട്ട് ഈ ന്യൂ ഇയറിന് തുള്ളാൻ നിൽക്കുന്ന ടീമില്ലേ, അവരുടെ ഇടയിലൊക്കെ കയറി നിന്നിട്ട് ബാസ്റ്റിന് ഒരു പരിചയമില്ല. അവിടെ നിന്ന് തുള്ളുന്നു. ആ തുള്ളണേന്റെ ഇടയിൽ ഇങ്ങനെ തുള്ളുന്നില്ല. ഞാൻ പോയിട്ടില്ല. ശ്രീജിത്ത് പറയാം തുള്ളണേന്റെ തുള്ളത്ത് കയ്യില് ചേട്ടാ ഒരു ചെറുത് കിട്ടണ്ടോ? ഇല്ലടോ ഞങ്ങളുടെ തീർന്നിരിക്കാം. അങ്ങനെ ബാസ്റ്റിന് കിട്ടിയില്ല. ബാസ്റ്റിൻ തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ എനിക്കൊരാഗ്രഹം മോളിക്ക് നോക്കി കിടക്കണ എനിക്ക് ബാസ്റ്റിൻ നമുക്ക് 2 പൊറോട്ട കഴിച്ചാലും. ടച്ചിങ്സ് ഒക്കെ തീർന്നു. ബാസ്റ്റിൻ ആ സമയത്ത് ഫുൾ ഓണാ. നീ കേറുന്നാണ് പറഞ്ഞുള്ളത്. എവിടെ നിന്ന് കഴിക്കണം എന്ത് കഴിക്കണം എന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ ബൈക്കിൽ കയറി നേരെ ചെല്ലുന്നു. അമല സെന്ററിൽ ഇപ്പോഴും തുറന്നിരിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, അവിടെ കയറി ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. വണ്ടി ഞങ്ങൾ നിർത്തിയത് ഞങ്ങളുടെ ബാക്കിൽ വന്നൊരു ഹൈവേ പോലീസിന്റെ വണ്ടി നിർത്തി. ഇവരും ഈ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കയറി. അപ്പൊ ഞങ്ങൾക്ക് ആകെ എണി പോലെ ഒരു ഫീൽ കിട്ടി. അപ്പൊ ഇവൻ പറഞ്ഞു അവര് പോയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ബൈക്കിൽ കയറുമ്പോൾ നമ്മളെ പിടിക്കും. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ചെരുപ്പിട്ടിട്ടില്ല. ഞാനൊരു ട്രൗസറും ഇതിലും മുടിയുണ്ട്. അന്ന് ഈ സാധനം ഭയങ്കര പ്രശ്നമാണ് മുടിയുള്ളത്. ഞാനൊരു മഞ്ഞ ടീഷർട്ടും അങ്ങനത്തെ എന്തോ ഒരു ട്രൗസർ ഇട്ട് ചപ്പറം കൂടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വളരെ പതുക്കെ പറയണേന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പൊ ഇറങ്ങണ്ട, ഇപ്പൊ ഇറങ്ങി അവന്മാര് പോകും. ഞങ്ങളുടെ പിന്നിലാണ് അപ്പൊ ഇപ്പൊ ഇറങ്ങി അവന്മാര് പോക്കും. അപ്പൊ എന്നാ ശരി കുറച്ചു നേരം കൂടി ഇരിക്കാം. എന്നിട്ട് ഒരു ഡബിൾ ഓംലെറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 പൊറോട്ട പാഴ്സലും പറഞ്ഞു. ഇവര് പോണില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ബാസ്റ്റിനോട് പറഞ്ഞു ഇത് കുറച്ച് ഒരു 1.5 കിലോമീറ്റർ നടക്കാനുള്ളൂ. ഞാൻ നമുക്ക് നടക്കാടാന്ന് പറഞ്ഞു. വണ്ടി ഇവിടെ ഇരുന്നോട്ടെ, നാളെ വന്നിട്ട് എടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി. കുറച്ച് ഇപ്പുറത്തേക്ക് നീങ്ങിയിട്ട് ഒരു സബ്വേ ഉണ്ട്, അതിന്റെ അവിടെ നിന്നു. ബാസ്റ്റിൻ പറഞ്ഞു നടക്കണ്ട, വണ്ടി കൊണ്ടുപോകാൻ നമുക്കെന്ന് പറഞ്ഞു. അപ്പൊ ബാസ്റ്റിന് ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു കുറെ നേരം കഴിഞ്ഞിട്ട് പിടിക്കണേ നീ ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് വണ്ടി എടുത്തിട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ സബ്വേയുടെ അവിടെ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒളിച്ചു നോക്കിക്കൊണ്ടിരിക്കുക, ആ ഹൈവേ പോലീസിന്റെ വണ്ടി പോയി വന്ന്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയിട്ട് എടുത്തിട്ട് വന്ന്, എനിക്ക് ബൈക്ക് ഓടിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് എടുത്തിട്ട് വന്നു. ഞാൻ പറഞ്ഞു ഞാൻ റോഡ് കടന്ന് അപ്പുറത്ത് നിൽക്കാം, നീ പോകുന്നു വണ്ടി എടുക്കുന്നു, സംശയമില്ലാത്ത രീതിയിൽ തിരിച്ചിവിടേക്ക് വരുന്നു, ഇപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുന്ന എന്റെ വണ്ടി കയറ്റുന്നു, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ കഴിഞ്ഞ ന്യൂ ഇയറിൽ വലിയ ആഘോഷമൊന്നുമില്ല, അവിടെ കണ്ടുപിടിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇപ്പുറത്ത് നിന്ന് നോക്കുമ്പോ ബാസ്റ്റിനെ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ബാസ്റ്റിൻ വീണ്ടും ഈ സബ്വേയുടെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ ആ ഹൈവേ പോലീസിന്റെ വണ്ടി പോയോന്ന് കുറച്ചു നേരം ഞാൻ നോക്കിക്കുമ്പോണ്ട് ബാസ്റ്റിൻ ഇങ്ങനെ നോക്കിക്കണ്ടേ, അതിന്റെ പിന്നിൽ പേരാമംഗലം പോലീസിന്റെ വണ്ടി വന്നു. എന്നിട്ട് ഞാൻ കാണുന്ന സീൻ പറഞ്ഞാൽ ബാസ്റ്റിനോട് എന്താ അവര് പറഞ്ഞു, ബാസ്റ്റിനെ വണ്ടി കയറ്റി. എന്നിട്ട് ഈ വണ്ടി തിരിഞ്ഞ് യൂട്ടേൺ തിരിഞ്ഞ് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്റെ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ATM പൈസ എടുക്കാറുണ്ടോ? ആണോ, നിന്റെ ATM കാർഡ് കാണിച്ചെന്ന് പറഞ്ഞു. പേഴ്സ് പാടത്ത് കിടക്കല്ലേ. ഇവിടെ വന്നപ്പോൾ ആലോചിച്ചു സാറേ ഞാൻ ATM കാർഡ് എടുത്തിട്ടില്ല. അപ്പൊ ആള് ചോദിച്ചു എനിക്ക് പിന്നിലിരിക്കണവനെ അറിയോന്ന് നോക്കിയായിരുന്നു. ഞാൻ പിന്നിക്ക് നോക്കിയപ്പോ ബാസ്റ്റിൻ തന്നെ ഇങ്ങനെ ഇരിക്കണ. അപ്പൊ ഇതെന്റെ കസിന്, ഇവനെ വെയിറ്റ് ചെയ്താൽ ഞാൻ അവിടെ നിൽക്കണ്ട, കേറിക്കോന്ന് പറഞ്ഞു. ബാസ്റ്റിൻ പറഞ്ഞത് അപ്പുറത്തേക്കുള്ളവനെ അറിയാന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയാൻ പാടില്ല. അവസാനം ഞങ്ങളെ രണ്ടുപേരും പോലീസ് ജീപ്പിൽ കയറ്റിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇറക്കിയിട്ട് രണ്ടുപേരും അകത്തേക്ക് ഇട്ടിട്ട് SI പറഞ്ഞ പറച്ചലാണ്. ഇവരെ രണ്ടുപേരും അകത്തേക്ക് ഇട്ടേക്ക്. അത് കഴിഞ്ഞിട്ട് മറ്റവനെ ATM ഫ്രണ്ടിൽ നിന്ന് പിടിച്ചത് സംശയാസ്പദമായ സാഹചര്യം. ചാർജ് ഒന്നും ചെയ്തില്ല. ഇല്ല, അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിൽക്കുന്നു. ഞാൻ അപ്പോഴാണ് സ്റ്റേഷനിൽ അങ്ങനെ കയറി ചെല്ലുന്നത്. രാത്രി എത്ര മണിക്കാണ്? ന്യൂ ഇയർ ആയിണ്ട്. അല്ല, അവിടെ ഞാൻ ചെല്ലുമ്പോ കാണുന്ന ഒരു സീൻ എന്ന് പറയുന്നത് അപ്പോഴാണ് ഞാൻ ഈ ലോക്കപ്പും സാധനമൊക്കെ ശ്രദ്ധിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ അവിടെ കയറി ചെല്ലുന്ന ഒരു പോലീസുകാരൻ്റെ അടുത്ത് ഗംഭീരമായിട്ട് ചൂടാവുന്നുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോ കാണുന്നത് ഒരു ആകാശനീല അണ്ടർവെയർ ഇട്ടിട്ട് ഒരു ചേട്ടൻ കമ്പിയും പിടിച്ചെന്നിട്ട് വേറൊരാളോട് എന്തോ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഒരു കെടി താഴത്തിൽ ലോക്കപ്പിൽ കിടക്കണ്ട. അയാൾക്ക് നമ്മൾ വന്നതും അവിടുത്തെ ഒച്ചപ്പാടും വേളം ഇഷ്ടപ്പെട്ടില്ലേ, ആളെ ഉറങ്ങായിരുന്നു. അതിന്റെ ഇടയിൽ
അങ്ങനെ മുകളിലൊക്കെ എന്ത് ഈ സമയത്ത് എന്നുള്ള പോലെ ഈ ആകാശനീല ചേട്ടൻ വയറൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഇങ്ങനെ വന്നിട്ട് സെല്ലിനകത്തല്ല ഇവിടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു കേസും മക്കളൊക്കെ പോരണം. ആള് കഥ പറഞ്ഞോണ്ടിരിക്കുന്നു. പിന്നെ വരലും പോണ പോലീസുകാർ കംപ്ലീറ്റ് എന്റെ തലേനെ പറ്റി പറയുന്നു. എന്തത് ഈ ചപ്രത്തല, ഇത് എന്ത് ഡൽഹിയാ, എന്തിനാന്ന് എനിക്കറിയില്ല, ഇത് എന്ത് ഡൽഹിയാ, നീ എന്ത് ഇവിടെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പൊറോട്ട അത് കഴിഞ്ഞ ഗംഭീര. അപ്പൊ ഇത്ര നേരം ഈ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു സാർ അങ്ങനെയല്ല സാറേ, അപ്പൊ അത് മാറിക്കണ ഫുൾ നമ്മള് പോലീസ് സ്റ്റേഷനിൽ അങ്ങനത്തെ ഒരു ടോണില് പോലീസുകാരുടെ അടുത്ത് സംസാരം കേട്ടിട്ടുണ്ടായിരിക്കണം. ഭയങ്കര ഇതില പറയാം. അപ്പൊ ഇയാള് ഫുള്ള് കോൺസ്റ്റബിള് ഭയങ്കര അലമ്പായോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം, ഇത്ര നേരമായിട്ട് ബാസ്റ്റിന് ഇതുവരെ വായ തുറന്നിട്ടില്ല. GP കയറി ഇരുന്നിട്ട് ഇവിടെ എത്ര പേര് ബാസ്റ്റിന്റെ ആ സ്ഥലത്തെ ഡ്രസ്സും കാണണ്ട, ഏതോ ഒരു ലോക്കൽ ക്ലബിന്റെ ജേഴ്സിയും കുറെ താടിയും ഭയങ്കര തടിയുണ്ട് ഇവൻ. അപ്പൊ ഇവന് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു തല്ലി കേസിന് പിടിച്ചു കൊണ്ടിട്ടുള്ള പോലെ. ബാസ്റ്റിൻ പക്ഷെ ഇങ്ങനെ നിൽക്കണേ, ബാസ്റ്റിൻ ഫിറ്റാണ്. ബാസ്റ്റിൻ പതുക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു അടിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അവൻ ഒരു ബിയർ, ബാസ്റ്റിൻ പറഞ്ഞു ഒരു ബിയർ എന്ന് പറഞ്ഞു. ഈ സാധനം ഊതിച്ചപ്പോ ഞങ്ങള് തമ്മിൽ, ബാസ്റ്റിനും ഞാനും തമ്മിൽ ചെറിയൊരു ഇതായി. ഞങ്ങള് ഈ കൃത്യം പകുതി അടിച്ചിട്ടുണ്ട് എന്നുള്ള ധാരണയിലിരിക്കണം. പക്ഷെ ബാസ്റ്റിൻ കൂടുതൽ അടിച്ചിട്ടുണ്ട്. അത് ഈ സാധനം അടിച്ച് പറഞ്ഞപ്പോ മനസ്സിലായി ബാസ്റ്റിന് ചതിക്കായിരുന്നല്ല. അപ്പൊ ബാസ്റ്റിൻ കൂടുതൽ, അപ്പോഴും ബാസ്റ്റിൻ താഴ്ത്താ മണവാട്ടി ഇല്ല എന്നെ നിക്കണേ. അത് കഴിഞ്ഞിട്ട് പോലീസുകാരൻ ഫുൾ റോങ് ആവുന്നത്. നിന്റെ വീട്ടിൽ നമ്പർ എടുത്തറ, നമ്പർ എടുക്ക്, വീട്ടിൽ നിന്ന് നമ്പർ എടുക്ക്, ഇപ്പൊ തന്നെ വിളിക്കണം, നിന്നൊക്കെ അയച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാർ നമ്പർ പറഞ്ഞു കൊടുത്തു. നമ്പർ പറഞ്ഞു കൊടുത്ത് തെറിയാണ്. അപ്പൊ നമ്പർ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇയാൾ ഡയലി ചെയ്യാൻ തുടങ്ങി. സാർ പ്ലീസ് സാർ വിളിക്കരുത്, ഈ സമയത്ത് വിളിക്കരുത് സാർ, വിളിക്കരുത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ സാർ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡയലി ചെയ്തിട്ട് ഫോണിന് വെച്ച വഴി എത്ര നേരം മിന്നാണ്ടിരുന്ന ബാസി, സാർ അവന്റെ അച്ഛനൊരു പേഷ്യന്റ് ആണ്. എന്ത് പേഷ്യന്റ് ആണെന്നൊന്നുമില്ല, ഒരു പേഷ്യന്റ് ആണ് സാർ, അവന്റെ അച്ഛനൊരു പേഷ്യന്റ്. അപ്പൊ തന്നെ ആള് ഫോൺ വെച്ചു. അയാൾ ഞെട്ടിപ്പോയി കാണുമല്ലേ. ഞാൻ തിരിച്ചു പിറ്റേ ദിവസം വീട്ടിൽ ചെല്ലുമ്പോ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ മിസ് കോൾ കിടക്കുന്നുണ്ട് ഫോൺ ലാൻഡ് ലൈനില്. അപ്പൊ ഇയാള് ഡയലി പോയിട്ടുണ്ട്, വീട്ടുകാരെടുത്തില്ല. അപ്പൊ ആള് പറഞ്ഞു ആരെങ്കിലും വരാണ്ടൊന്നും പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്റെ ഒരു ചേട്ടന്, കസിൻ ചേട്ടനുണ്ട്. ഇല്ല പേഷ്യന്റ് ആണെന്ന് പറഞ്ഞ പോലീസ് കട്ട് ചെയ്താ, ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ആരെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു. പറഞ്ഞു അതിന്റെ ഇടയിൽ പല ഉപദേശങ്ങളും എനിക്ക് തന്നു. ഇതിന്റെ ഇടയിൽ ഒരു പോലീസുകാരൻ വന്നിട്ട് നീയൊക്കെ വല്ല പുസ്തകം വായിക്കാറുണ്ടോ, എന്തെങ്കിലും ഇതുണ്ടോ ചോദിച്ചു. ഞാൻ വായിക്കാറുണ്ട് സാറിന് പറഞ്ഞു. അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ട റൈറ്റർ ആരാന്ന് ചോദിച്ചു. പത്മരാജൻ. നിനക്ക് ഇഷ്ടപ്പെട്ട പത്മരാജന്റെ ഏത് പുസ്തകമാണ് നിനക്ക് ഇഷ്ടം? ഉദകപ്പോള. ഇയാളെന്തിനാ അതിന്റെ ഇടയിൽ അതൊക്കെ ചോദിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല. അത് ന്യൂ ഇയർ അല്ലേ, റെസൊല്യൂഷൻ തരാൻ വേണ്ടി ആയിരിക്കും അല്ലേ പുള്ളി ചിന്തിച്ചോണ്ട് നടക്കണതായിരിക്കും. അടുത്ത വർഷം തൊട്ട് പുസ്തകം വായിക്കണം, സജഷൻ ചോദിച്ചായിരിക്കും. അപ്പോ ആരെങ്കിലും വരണമെന്ന് പറഞ്ഞു. ഈ ന്യൂ ഇയർ എന്ന് പറഞ്ഞ ദിവസത്തിന്റെ പ്രത്യേകത, ആരെ വിളിച്ചാലും എല്ലാരും ഫിറ്റ് ആയിരിക്കും. അപ്പൊ കൂട്ടുകാരെ വിളിക്കാന്നുള്ള ഓപ്ഷൻ ഇല്ല. എന്റെ ഒരു കസിൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടനെ ഞാൻ ചേട്ടന്റെ ഫോണില് പോലീസുകാർ വിളിക്കാൻ സമ്മതിക്കില്ല. അവിടെ നിന്ന് ഫോൺ എടുത്തിട്ട് എന്റെ ഫോണിൽ എന്താ അന്ന് ബാലൻസ് വേണമെന്നല്ലോ, അൺലിമിറ്റഡ് കോളൊന്നുമില്ല. ഞാൻ വന്ന് ആരെങ്കിലും വിളിക്കുന്നത് സാർ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോ പോലീസുകാർ ഇവിടെ നിന്നൊന്നും വിളിക്കാൻ പറ്റുന്നില്ല, ഇവിടത്തെ ഫോണിൽ ബില്ല് അടച്ചിട്ടില്ല, കട്ട് ചെയ്ത് കിടക്കാൻ. ആള് വെറുതെ തൂക്കാൻ വേണ്ടി പറയുന്നതാ. വന്ന് സാർ പ്ലീസ് സാർ വിളിക്കട്ടെ, എന്നാ വിളിക്ക് വന്ന്. അപ്പൊ പോലീസുകാരനാണ് വിളിക്കുന്നത്, നമ്പർ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ചേട്ടന്റെ നമ്പർ എടുത്ത് അപ്പൊ ആ ഫോണില് ഡയൽ ചെയ്തപ്പോ ഒരു തമിഴ് ഡയലോട്ടാണ്. അപ്പൊ ആള് അതെല്ലാം ഇവിടെ ഉള്ള സാറ് ഇവിടെ നിന്ന് 4 വീട് അപ്പുറത്തുള്ള ആളാണ്. ഞാൻ വേണേ പോയി വിളിച്ചിട്ട് ഒരു ഫോൺ എടുത്തില്ല, ഫുൾ റിങ് അടിച്ചു. അപ്പൊ അതിന് ഞാൻ ആളുടെ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചു. ലാൻഡ് ലൈനിലേക്ക് വിളിച്ചപ്പോ അവിടെ ജോലിക്ക് ചേച്ചി വിളിച്ചു. അയ്യോ ബാസ്റ്റിൻ, ഇത് വേറെ ബാസ്റ്റിൻ കേട്ടോ, ഞങ്ങളുടെ കുടുംബത്തിൽ കുറെ ബാസ്റ്റിൻ ഉണ്ട്, അപ്പാപ്പന്റെ പേരായതുകൊണ്ട്. അയ്യോ അവരൊക്കെ കിടന്നുറങ്ങില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിളിക്കണം അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ബാസ്റ്റിൻ ചേട്ടൻ ഫോൺ എടുത്ത് എന്താ ജോണിയെ പ്രശ്നം എന്ന് ചോദിച്ചു. ചേട്ടാ സ്റ്റേഷനില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. സ്റ്റേഷനില്ല എന്താ പറ്റിയ കണ്ടുപിടിച്ചിട്ട് പിടിച്ചാ? ഇല്ല ചേട്ടാ ഞാൻ വെറുതെ നടക്കായിരുന്നു, എന്നെ പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ വരണം എന്ന് പറഞ്ഞു. ചേട്ടൻ 5 മിനിറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോ പോലീസുകാരൻ പറഞ്ഞു പെറ്റി അടച്ചിട്ട് പോണം എന്ന് പറഞ്ഞു. അപ്പൊ വന്നാളായാലും വലിയ അലമ്പ്. അല്ല സാർ ഇത് എന്ത് കാര്യത്തിനാ? അപ്പൊ അല്ല ഇവര് വണ്ടി ഓടിച്ചിട്ടില്ല ഒന്നുമില്ല, ഇത് തന്നെ എന്ത്? ഞാൻ ചേട്ടാ എന്തെങ്കിലും അവിടെ പെറ്റി അടിക്കാന്നൊക്കെ അത് പറഞ്ഞു. പോലീസ് നീയൊക്കെ വിളിക്കുന്ന പറഞ്ഞപ്പോ അറിയാറുണ്ടല്ലോ, ഇതുപോലത്തെ ഏതെങ്കിലും ഉടായ്പിനെ വിളിക്കുന്നു. അങ്ങനെ ഇതിന് മുമ്പ് അടുത്തൊന്നും വിളിച്ചിട്ടില്ല. ഈ ചേട്ടൻ ക്ലോസ് കസിൻ ആണ്? എന്റെ ക്ലോസ് കസിൻ, എന്റെ
ക്ലോസ് കസിൻ ആണ്. അപ്പൊ നീ ചേട്ടൻ അങ്ങ് മാറിപ്പോയല്ലോ ജോണേന്നൊക്കെ. ഈ മുടി ആ ചേട്ടൻ അന്ന് കുടിക്കാണ്ടിരുന്നതിന്റെ കാരണം എന്താ പറയുക, ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കൊല്ലായിരുന്നു. അത് കാരണം ആള് പുറത്തേക്ക് പോയിണ്ടായിരുന്നില്ല. ചേച്ചിയും ആളൊക്കെയായിട്ട് കല്യാണം സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ ചേട്ടൻ വന്ന് ഞങ്ങളെ ഇറക്കി കൊണ്ടുപോയി. കോടതി പോയിട്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ആൾ അവിടെ അടയ്ക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ ആ ന്യൂ ഇയറിന്റെ ഇത് കുറെ കാലമല്ല, ഇപ്പോഴും എന്റെ വീട്ടിലെ അമ്മയ്ക്ക് അറിയില്ല. ഇതാണ് നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനാണ് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡെല്ലാം എടുക്കുമ്പോഴും ഞാൻ ഇതൊരു വീട്ടുകാരെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഞാൻ മറ്റേ സ്റ്റിച്ചിന്റെ കാര്യം വീട്ടിൽ പറഞ്ഞില്ല. സ്റ്റിച്ച് ഞാൻ തന്നെയാണ് എടുത്ത വീട്ടിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇതെല്ലാം പോഡ്കാസ്റ്റിൽ പറഞ്ഞ് അപ്പച്ചി കണ്ട് വീട്ടിൽ പിടിച്ചോണ്ട് ഇവൻ 2 തവണ വീടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി. അവസാനം വീട്ടുകാരിത്ത് കണ്ടിരുന്ന് ഇവനെ പറ്റി പഠിക്കുന്നത് പോഡ്കാസ്റ്റ് കണ്ടിട്ടായിരുന്നു. ഇതെന്റെ വീട്ടിൽ അറിയില്ല. എന്റെ അപ്പന് എന്തായാലും അറിയില്ല. എന്നാലും അത് എന്തിന്റെ പേരിലാ പെറ്റി അടിച്ചത്? നിങ്ങൾ വണ്ടി അറിയില്ലല്ലോ. എന്തെങ്കിലും പേരിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ എന്റെയും ബാസിന്റെ കോലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കേട്ടാണ് മഹാദേവൻ 2022 ഇത്രയും കഥ ഞാൻ കേൾക്കുന്നത് ഒരു ഡിസംബർ 31-ാം തീയതിയാണ്. എന്നിട്ട് നമ്മളൊരു ഷോയ്ക്ക് പോയിക്കാണ് ഒരുമിച്ച്. സാമിച്ചേനുണ്ടായിരുന്നു. അപ്പൊ അത് പറയേണ്ടത് വിചാരിച്ചു. അത് തന്നെ അത് പറഞ്ഞു. അപ്പൊ സാമിച്ചേനൊക്കെ ഉണ്ട്. അപ്പൊ സ്ഥലം പറയാം. എന്റെ പങ്കില്ലാട്ടാ. പങ്ക് ഞാൻ പറയാം. അപ്പൊ ഇത് ഇത്രയും കഥ പറഞ്ഞിട്ടിരിക്കും. അപ്പൊ സാധാരണ ജോൺ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ ആ സമയത്ത് ഈ കഥകൾ ഞാൻ കേൾക്കുമ്പോൾ ജോൺ ചേട്ടൻ ഭയങ്കര അടി പരിപാടി വൈബ. പക്ഷെ നമ്മള് കാണുമ്പോ തൊട്ട് വളരെ കുറവാ. വലിയ അങ്ങനെ അടി വളരെ റയറായിട്ട് കുടിക്കുന്ന. ഈ പുള്ളിയാണെങ്കിൽ പുള്ളിയായിട്ട് നമ്മൾ കൂടാനിരുന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഈ പുള്ളി എങ്ങനെയും അരമണിക്കൂർ പിടിച്ചിരുത്താനുള്ള പാടാ. നമ്മള് കുറച്ചേരോട് ഇരിക്കുന്നൊക്കെ പറഞ്ഞില്ല പൈക്കടാ. നമ്മള് കാണുന്ന ജോണിനെ, അതായത് മുന്നേ നമ്മള് കാണുമ്പോൾ ജോണിന്റെ എന്ന് വെച്ചാൽ ജോൺ 10 മണിക്ക് ഉറങ്ങും. ന്യൂ ഇയർ കാണാൻ ജോൺ ഉണ്ടാവാറില്ല. 12 മണി കാണാൻ ജോൺ ഉണ്ടാവാറില്ല. അവിടെയാണ് ഈ ന്യൂ ഇയറിനകത്ത്. അതെ അതെ, സാധാരണ അത്രയും നേരത്തേക്ക് കിട്ടാറില്ല. നേരത്തെ ഉറങ്ങാറുണ്ട്. ഈ അടിച്ചാലും അത്രയും നേരം ഇരിക്കത്തില്ല. പിന്നെ വല്ലപ്പോഴേ ഉള്ളൂല്ലോ പരിപാടിയൊക്കെ. മൊത്തത്തിൽ ഇത് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മള് ഷോ ആയതുകൊണ്ടാണ് അന്ന് കിട്ടിയത്. പുള്ളിക്കപ്പൊ ഈ ന്യൂ ഇയർ ആയതായിരിക്കും കഥയൊക്കെ. അപ്പൊ എല്ലാ കഥക്കകത്തും ജോൺ ചേട്ടൻ ഭയങ്കര ഈ പുള്ളി കോളേജിലൊക്കെ പഠിക്കുമ്പോ ഇവര് മറ്റേ കോളേജിൽ കൂടുതൽ ഷാപ്പില്ല, മറ്റേ പൂപ്പത്തി ഷാപ്പ്. എനിക്കിത് നമ്മളിതെല്ലാം കഥയും കേട്ടിരിക്കണം. അപ്പൊ നമ്മള് ഗൂഗിളിൽ പോയി പേന്നടിച്ച ജോൺ എന്ന് വരുമല്ലേ. കോളേജിൽ നല്ല അല്ല, ഇത് ഫുൾ കഥകൾ കേട്ടിട്ടുണ്ട് ഇതുവരെ. അവിടെ പോയി വാറ്റടിച്ച കഥ, മറ്റേ കഥ, ഇത്. പക്ഷെ ഈ പുള്ളി ഇതുവരെ അങ്ങനെ അടിച്ചു കണ്ടില്ല. പക്ഷെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജോൺ ചേട്ടൻ അന്ന് ഓണായിട്ട് കാണുന്നത്. 31 നമ്മള് ഷോ ചെയ്ത് അടിപൊളിയായിട്ട് ഷോ, അടിപൊളി ഷോ. 12 മണിക്കാണെന്ന് ഷോ 12 മണിക്ക് സ്റ്റീഫൻ ദേശിയുടെ പരിപാടി നിൽക്കുകയാണ്. 10 മണിയൊക്കെ 9-10 കഴിഞ്ഞ്. പിന്നെ അത് ഭയങ്കര വലിയ ഗ്രാൻഡ് പരിപാടി. അവിടെ എല്ലാവർക്കും ഫുൾ മറ്റേ ടിക്കറ്റ് ഒക്കെ 2000 രൂപയാണ് ഇതിനകത്ത് കയറുന്നതിന്. ന്യൂ ഇയർ പരിപാടിയാണ്. അതിനകത്ത് കയറാൻ ഒരാൾക്ക് 2000 രൂപ ടിക്കറ്റ് ഉണ്ട്. അപ്പൊ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, എല്ലാം ഭയങ്കര പ്രീമിയം ബ്രാൻഡ് എല്ലാം ഉണ്ട്. അപ്പൊ സാധാരണ ജോൺ ചേട്ടൻ ഇങ്ങനെ അടിക്കാത്ത വൈബില്ല. അപ്പൊ ഷോ കഴിഞ്ഞ നമുക്ക് ഇത് അടിക്കാൻ പറ്റുമോ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചുമ്മാ അടിക്കാം, ഒരു രസം. അപ്പൊ ഞാൻ പഴയ ജോൺ ചേട്ടൻ, ഞാൻ ഇതിനു വേണ്ടിയാണല്ലോ വെയിറ്റ് ചെയ്ത്. അപ്പൊ ഞാൻ പിന്നെ ആരും വിളിച്ചാൽ ഓക്കെയാണ് വിളിക്കാനുള്ള താമസം അല്ലേ. അതായത് പറഞ്ഞു പിന്നെ അടിച്ചേക്കാന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോ ഓൾറെഡി റൂമിൽ നിന്നൊക്കെ അടിച്ചിട്ടിരിക്കുക. അത് കഴിഞ്ഞ് അപ്പുറത്തായിട്ട് ഏതൊക്കെയോ ബ്രാൻഡൊക്കെ മേടിച്ചു. അല്ല, അത് നമുക്ക് ആ പരിപാടിയുടെ മെയിൻ ആളുടെ ഒരു മോൻ വന്നിട്ട് ചേട്ടാ അടിക്കുന്ന സമയം വന്നാ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ട്. അവന്റെ അടുത്ത് ചോദിച്ചടിക്കുന്ന കാര്യമില്ല. പക്ഷെ ഇവത് പറഞ്ഞതല്ലേ അവന് വിഷമം കൂടി പോയി. നല്ല മനുഷ്യരാണല്ലോ. അവന് സ്പെഷ്യൽ സ്നേഹം, പിന്നെ പ്രീമിയം ബ്രാൻഡും. അപ്പൊ അങ്ങനെ പോയിട്ട് അടിച്ച് അത് കഴിഞ്ഞ് പിന്നെ റൂമിൽ പോയിട്ട് വീണ്ടും അടിച്ചു. ജോൺ ചേട്ടൻ ഇന്നലെ കിളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ രസം ചേട്ടാ ഒരു സ്യൂട്ട് വരും കത്തിക്കും. പിന്നെ ഒരുത്തരുണ്ടോ അവിടെ ഒരു കഥ പറയാനുണ്ട്. മൊത്തത്തിൽ കുറെ ഇതിങ്ങനെ മൊത്തത്തിൽ രസമായിട്ട് പോവാ. എന്നിട്ട് എല്ലാവരും ന്യൂ ഇയർ ആണല്ലോ, എല്ലാവരും അടിച്ച് ഭയങ്കര മൂഡ് ഓൺ. അങ്ങനെ ഇരിക്കുമ്പോ സമാധാനപരമായിട്ട് പൊക്കോണ്ടിരുന്ന അന്തരീക്ഷത്തിൽ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, സവച്ചേട്ടാ നമുക്ക് പോയിട്ട് ഡാൻസ് ഒക്കെ ഇട്ട് കഴിക്കാം, എനിക്ക് വല്ലാത്ത മൂഡ്. നിങ്ങൾ പ്രോഗ്രാമിന്റെ അവിടെ നിന്ന് മാറി അടിച്ചോണ്ടിരിക്കുന്നത് അപ്പുറത്ത് 12 മണി സ്റ്റേജിൽ ഷോസ് പരിപാടി നടക്കുന്നത്. ഇപ്പൊ ഗാനമേള നടക്കുന്നത്. സ്റ്റീഫൻ ഡാൻസി പെർഫോം ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല എനർജി ഉണ്ട്, നല്ല വൈബ് ഉണ്ട്. നമുക്ക് ഡാൻസ് കളിക്കാൻ പുള്ളി മറ്റേ ഗീത്താറൊക്കെ വെച്ച് അലക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് അവിടെ തന്നെ റൂമുണ്ട് പെർഫോമൻസിന്. അപ്പൊ നമ്മളവിടുത്തെ നമുക്ക് 2-3 റൂമായിട്ടുണ്ട്. അതിനകത്ത് ഒരു റൂമിൽ നമ്മൾ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടുന്ന് ഇത് കേൾക്കാം. ഭയങ്കര ആളും വൻ പരിപാടിയാണല്ലോ.
അപ്പൊ ആ റൂമിനകത്ത് അടച്ചിരിക്കുന്ന പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴത്തേക്കും സ്ഥാപിച്ചിട്ടാ നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഡാൻസ് കളിച്ചിട്ട് മെഴുകാൻ എനിക്ക് വല്ലാത്തൊരു മൂഡ് എന്നിട്ട് പുള്ളി പോണായിരുന്നു ചുമ്മാ ഇറങ്ങിയിരിക്കെ പറഞ്ഞിട്ട് സമ്മതിക്കും നിർബന്ധിച്ച് വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനെല്ലാത്തിനും ഒക്കെയാണ്. എന്നിട്ട് നമ്മള് പോയി, നമ്മളവിടെ ചെന്ന് നമ്മള് ഫ്രണ്ടിൽ തന്നെ പോയി. സ്റ്റീഫൻ ദേവസി പെർഫോം നേരെ താഴെ അവിടെ നിൽക്കുന്നു. ഭയങ്കര പരിപാടി, 10 എനിക്കൊന്ന് 1000-2000 പേരൊക്കെ ഉണ്ടെന്ന്. ഭയങ്കര വലിയ ഒരു ഓപ്പൺ സ്റ്റേജാണ് പുറത്ത് കെട്ടിയേക്കുന്ന. പക്ഷെ ഭയങ്കര പരിപാടി. അതിനകത്ത് ഭയങ്കര എല്ലാവരും മുടിഞ്ഞ ഡാൻസ് കളി വരും, എല്ലാവരും അടിച്ചിട്ടൊക്കെ നിൽക്കുന്നു. അപ്പൊ നമ്മുടെ ഗ്രൂപ്പൊക്കെ വിട്ടുപോയി. എന്നിട്ട് ജോൺ ചേട്ടൻ അവിടെ പോയിട്ട് നമ്മളിങ്ങനെ എല്ലാവരും ഡാൻസ് കളിച്ചിട്ടിരിക്കുന്ന ഒരു പയ്യൻ 8-ലെങ്ങോട്ട് ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് പുള്ളി ജോൺ ചേട്ടൻ അപ്പൊ ഞാൻ ആ ചെറിയ ചെക്കനോട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സ്റ്റേജിന്റെ ഏറ്റവും ഫ്രണ്ടിലുണ്ടായിരുന്നു. അവിടെ സ്റ്റീഫൻ ദേവസിന്റെ ഓർക്കസ്ട്രയിൽ ഒരാൾ പാട്ട് പാടിയിട്ട് മൈക്ക് താഴ്ച കഴിക്കുമ്പോൾ ഞാനാ പറഞ്ഞത്. അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ നമ്മളിവിടെ ഗ്യാങ് അങ്ങനെ തന്നെ നീ കണ്ടിട്ടില്ലല്ലോ. നമ്മളിവിടെ ഗ്യാങ് ഞാൻ ഒരാൾ അപ്പുറത്ത് പോയിട്ട് വേറെ ഫാമിലി വൈകിട്ട് ആ പയ്യന്റെ കൂടെ ഡാൻസ് കളിക്കുക. അവന് ഈ പുള്ളി ഈ ഡിഫറൻസ്. അവൻ തെങ്ങുമ്പോ നോക്കി കളിക്കണ പോലെ കളിക്കണല്ലേ. ജോൺചേട്ടൻ മറ്റേ മുകേഷ് ചേട്ടനൊക്കെ കളിക്കൂലേ മറ്റേ ചില ഡാൻസ് മറ്റേ ക്രിസ്മസ് അതൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ, കാരണം പുള്ളി എന്നൊക്കെ ഫിറ്റാ. അതുകൊണ്ട് ഞാനിത് പുള്ളി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അതിനിടെ സ്റ്റീഫൻ ദേവസി ഇത് നമ്മുടെ മറ്റേ സ്ഥാപിച്ചതിനെ അതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് പറഞ്ഞു നമ്മൾ ഫുൾ. അപ്പൊ നമ്മുടെ ആയി പരിപാടി, നമ്മളിവിടെ ചാർജ് എടുത്ത് കളിയാ. ഇതിനിടയില് നമ്മുടെ കൂട്ടത്തിലൊരുത്തൻ ഒരാള് അവിടെ വൈബ് അടിച്ചടിച്ചടിച്ച് മെയിൻ ആയിട്ട് സ്റ്റേജിൽ കയറിയിരുന്നു. അവൻ സ്റ്റേജിലേക്ക് 2 സ്റ്റെപ്പ് കയറി വെച്ചു. സ്റ്റെപ്പ് ഇങ്ങനെ ഒരു 4 സ്റ്റെപ്പ് ഉണ്ട്. അതിന്റെ ആ സ്റ്റെപ്പിന്റെ ബൗൺസേഴ്സില് എടുത്തെറിഞ്ഞ് പിന്നെ അവിടെ ഫുൾ കൂട്ടയടി, ഭയങ്കര ഭയങ്കര പ്രശ്നമായി. അവര് നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും അടി കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പതുക്കെ പുറകോട്ട് വലിയുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കാം. അപ്പൊ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ അടിയിലെടുത്ത് ജോൺ ചേട്ടൻ ഇവിടെ പുള്ളി ഇടപെടുകയാണ്. നമ്മുടെ നമ്മൾ രണ്ടുപേരും സ്റ്റാൻഡപ്പിന് പോയിരിക്കും. അപ്പൊ നമ്മൾ രണ്ടുപേരും തന്നെ ആ കണക്ഷൻ ഉണ്ട് ബാക്കി വന്നേക്കുന്ന എല്ലാവരെയും കണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ജോൺ ചേട്ടൻ നോക്കുന്നു. ഇവിടെ പോയി അടി നടക്കുമ്പോഴത്തേക്ക് അപ്പുറത്ത് പുള്ളി മറ്റേ പയ്യനും കൂടെ ഞാൻ ഡാൻസ് കളിക്കാൻ പറഞ്ഞല്ലേ പോയി. ഇവിടെ പൊരിക്കടി ഓടിച്ചിട്ടടിക്കുന്നത് നമ്മുടെ എത്ര പേര്, നമ്മളൊരു 10-18 പേരെ ഉണ്ട്. അത്രയും പേര് സെലക്ട് ചെയ്ത് അടിയാ. പുള്ളി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പുള്ളി അറിഞ്ഞത് അവിടെ വേറെ മേളം. പുള്ളി ഇവിടെ മറ്റേ അവന്റെ ന്യൂ ഇയർ ഇതായി, അവൻ ഫുള്ള് വൈകും. ഇവരെ വിടുന്നില്ല. ഇവര് രണ്ടുപേരും ഭയങ്കര ഡാൻസ് ഇവിടെ അടിച്ച് തുലയ്ക്കുക. എന്നിട്ട് അടി കിട്ടി അല്ല അങ്ങോട്ട് അടിപൊട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെന്നിട്ട് നടന്ന് കുറച്ച് നമ്മളെ ഇവര് ഡിഫെൻഡ് ചെയ്ത് നമ്മളെല്ലാവരും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് അടിക്കൊന്നും പോയിട്ടില്ല. അല്ല ഈ പ്രശ്നത്തിൽ ജോൺ ഡാൻസ് നിർത്തിയത് ഏത് പോയിന്റിലാണ്? അത് അവിടെ നല്ലതായി. അത് പുള്ളി സ്റ്റീഫൻ ദേവസി പരിപാടി നിർത്തി. സ്റ്റീഫൻ ദേവസി പറഞ്ഞു 2 മിനിറ്റിനകത്ത് ഇത് ക്ലിയർ ചെയ്ത് തരണം. എന്താന്ന് വെച്ചാൽ കൗണ്ട് ഡൗൺ തുടങ്ങണം മറ്റേ ന്യൂ ഇയറിന്റെ. അപ്പൊ ആള് പറഞ്ഞു 2 മിനിറ്റിൽ എനിക്ക് സ്റ്റേജ് ക്ലിയർ ചെയ്ത് തരണമെന്ന് അവിടെ ഉള്ളവരോട് പറയുന്നു. അപ്പൊ എല്ലാരും പിടിച്ചു മാറ്റുന്നു, എല്ലാരും റൂമിലേക്ക് പോകുന്നു. ഈ കാര്യത്തിന് അവസാനം സാബു ചേട്ടൻ ഇടപെട്ട് കോംപ്രമൈസിലേക്ക് കൊണ്ടുവരുന്നത്. അത് കോംപ്രമൈസ് ആയി. എന്നിട്ട് നമ്മള് മേളിൽ പോയിട്ട് ഇതുപോലെ റൂമിൽ ചെന്നിട്ട് റൂമിന്റെ അടുത്ത് ബാൽക്കണി നിൽക്കുമ്പോ താഴെ 2-3 പേര് എന്തോക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പൊ നമ്മളങ്ങനെ സേഫ് പരിപാടിയാ. ഇതിന്റെ ഇപ്പുറത്തെ റൂമില് ഒരു റൂമില് ചിലർക്ക് തിരിച്ചടിക്കാത്തതിന്റെ പ്രശ്നം, ഒരു റൂമിൽ അടി കൊണ്ടുപോകുന്ന പ്രശ്നം, ഈ ഒരു റൂമിൽ നമ്മുടെ ഒരു പ്രശ്നമില്ലാത്ത വരും. അങ്ങനെ ഇരിക്കുമ്പോഴാ അപ്പൊ ഇതിനപ്പുറത്തെ റൂമിൽ നിന്ന് ഇതിനകത്തുള്ള ഒരാള് അവിടെ ബാൽക്കണിയിൽ പോയി ടെൻഷൻ കാരണം സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ താഴെ നിന്ന് കുറച്ച് പേര് നോക്കി കരിപ്പെട്ട് എന്നിട്ട് എന്താ അതൊക്കെ എന്താ ധൈര്യമായിട്ട് അപ്പോഴല്ലോ ഇത് ഒരു റൂമില് നടക്കുന്നു. ബാൽക്കണി ഈ പുള്ളി വെല്ലു വിളിച്ചിട്ട് വേണം ധൈര്യം വരാൻ പറയുന്നു. നമ്മുടെ ഇപ്പുറത്തെ റൂമിൽ ഒരാൾ നിന്നിട്ട് ഭയങ്കര സീൻ, നിനക്ക് ധൈര്യമുണ്ടോ, നിനക്കടിക്കാൻ ധൈര്യമുണ്ടോ, നീ വാദിച്ചു കെറ്റിലെടുത്താണ്. എന്നിട്ട് ഞാൻ എന്നാ പിന്നെ എനിക്ക് നിൽക്കുക. ഉടനെ പുള്ളി അവനോട് ജോൺ ചേട്ടൻ ഫിറ്റാണ്, കുറെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ പുള്ളി കലിപ്പ് തീർക്കാനായിട്ട് നമ്മുടെ കീ മറ്റേ ഒരിടത്ത് കുത്തി വെക്കൂലേ,
അപ്പൊ അല്ല മറ്റേ റൂമിൽ മറ്റേ ഇലക്ട്രിസിറ്റി വരുന്നത് ആ സാധനം എടുത്ത് ഊരിട്ട് കോലിക്കൊണ്ട് ഒറ്റ കയറി പൊട്ടിത്തെറിച്ച്. അപ്പൊ റൂമില് കറണ്ടും ലൈറ്റും ഫാനില്ല. അപ്പൊ മാധവ ഇന്നപ്പോ ഫാനില്ലാതെ കിടക്കും, ഇന്നിപ്പോ നമുക്ക് കറണ്ട് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുക. എന്നിട്ട് അവസാനം നമ്മളിവിടുന്ന് നമ്മളൊരു 5 പേരെ ഉള്ളു ഈ റൂമിൽ, ഏറ്റവും ദുർബലരാണ് നമ്മളെല്ലാവരും അടിക്കാൻ പ്ലാനിട്ട് തിരിച്ച്. എന്നിട്ട് നമ്മൾ ധൈര്യം സംഭരിച്ച് തിരിച്ചിറങ്ങും. എന്റെ ഒരു കെറ്റിലുണ്ട്, ഈ പ്ലാനിട്ട ടീം ലീഡറിന്റെ ഒരു കെറ്റിലുണ്ട്. ഇതില് ഞാനില്ലല്ലോ. ഉണ്ട്, ആ ബോധമില്ലാത്ത നമ്മളെന്നിട്ട് നമ്മൾ ഈ റൂമിൽ നിന്ന് അടിക്കാൻ എല്ലാം ഫിക്സ് ചെയ്ത് നമ്മൾ ബാക്കിയാരെ വിളിക്കുന്നില്ല, നമ്മളിത് പോയി സെറ്റ് ചെയ്യുക. 5 പേര് എന്നിട്ട് നമ്മൾ ഈ റൂമിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോവുക. അപ്പോഴാണ് ഇതിന് പാരലലി ഇപ്പുറത്തെ റൂമിൽ നിന്ന് ബാൽക്കണി നിർത്തും. എന്താ അതേപോലെ കയറി വേണം പറയുന്നത്. അപ്പൊ അവിടുന്ന് ഒരു 18 പേര് തിരിച്ച് കയറി വരിക. അപ്പോഴാണ് നമ്മൾ ഈ 5 പേര് താഴോട്ട് ഇറങ്ങി പോണേ. ശരിക്കും വെല്ലു വിളിച്ചവരല്ല നമ്മളിത് അറിയാതെ ഇറങ്ങി പോവാ. നമ്മൾ ഇറങ്ങി പോകുമ്പോ അവരിങ്ങോട്ട് കയറി വന്ന് സ്റ്റെയറിന് ഇവിടെ വെച്ച് നമ്മൾ ബീച്ച് ചെയ്ത്. അപ്പോഴത്തേക്കും അവിടുത്തെ മെയിൻ വിളി എന്താ കെറ്റിലേക്ക് എടുത്തോ ഇങ്ങോട്ടാന്ന് ചോദിച്ച്. അപ്പൊ ഈ പ്ലോൻ ഇട്ടിട്ട് നിനക്ക് ധൈര്യമുണ്ടോ, നിനക്ക് പിടിക്കണമെന്നൊക്കെ ചോദിച്ചു. പുള്ളിയില് ഇവിടെ എല്ലാ ചൂടുവെള്ളം എടുക്കാനായിട്ട് സത്യമായിട്ട് കെറ്റിലും കൊണ്ട് അടിക്കാറിയാണല്ലോ. ഇത് പേര് പറഞ്ഞിപ്പോ ഇത് ഇവിടുത്തെ കെറ്റില, ഇത് വെച്ച് നമുക്കിട്ട് അടിക്കാൻ പറ്റും, ഇത് മേടിക്കൊണ്ട് വെക്കാറ്. അപ്പൊ രണ്ടാമത്തെ കെറ്റിലാറല്ലേ എന്റെ. അപ്പൊ തന്നെ ഞാൻ കെറ്റില് ബാക്കി പിടിച്ചിട്ട് ഞാൻ പതുക്കെ റിവേഴ്സ് ഇട്ട് തിരിച്ചു നടന്നു. നമ്മുടെ പിന്നെ ഇവര് വന്നിട്ട് അവസാനം മേടി വന്ന് ഭയങ്കര പ്രശ്നമായി. പിന്നെ ഇവിടുന്ന് സോൾവ് ചെയ്ത് പോന്നു. പിന്നെ ശരിക്കും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അല്ലല്ല, അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഈ മെയിൻ പ്രശ്നം ഉണ്ടാക്കിയ പുള്ളിയെ. അവർക്കും ബാക്കി ആരോടും പ്രശ്നമില്ല. പുള്ളി അടിക്കുന്നതിന്റെ ഇടയ്ക്ക് വരെ പിടിച്ചിട്ട് നമ്മുടെ മറ്റേ ഷാജി മാലിക്കച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഷാജിയുടെ പരിപാടിയൊക്കെ എനിക്ക് ഭീഷണി അവരുടെയൊക്കെ. ഒരുത്തനും ഇവിടുന്ന് പോവില്ലെന്ന് പറഞ്ഞു. ഷാജി എന്ത് ഇഷ്ടമാണ് എടാ പോലെ എന്നിട്ട് എന്നെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിന്റെ പരിപാടിയൊക്കെ ആണോ നമ്മുടെ അടി കിട്ടാൻ രക്ഷപ്പെടും. എന്നിട്ട് അങ്ങനെ ഭീഷണി വരെല്ലാം കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു നമുക്ക് ചുമല ടീഷർട്ട് ഇട്ട് അവനെ മാത്രം കിട്ടിയാൽ മതി, അവനെ കിട്ടിയിട്ട് നിങ്ങൾ എല്ലാരും പൊക്കോ. ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്തു. പെർഫോമറാന്ന് പറഞ്ഞത് ഇറക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ആ ചുമല ടീഷർട്ട് ഇട്ട് അവനെ മാത്രം കിട്ടിയാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ പുള്ളിയെ കാണുന്നില്ല കുറെ നേരത്തേക്ക്. അത് കഴിഞ്ഞൊന്ന് സമാധാനമായി സെറ്റായി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ ഒരു മഞ്ഞ ചെക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് മുണ്ടൊക്കെ എടുത്ത് എന്താണ് ഇവിടെ പ്രശ്നം, നമ്മൾ ഡ്രസ്സൊക്കെ വേറെ ഇതില് തമാശ എന്താ പറയുക, ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ച് മനോരമയിലേക്ക് ചെല്ലുമ്പോ അവിടെ ഉള്ള ഞാനാ പ്രശ്നം ഉണ്ടാക്കിയത്. ഫ്ലിപ്പായി കഥ മൊത്തം മാറിയിട്ട് ഇത് ജോൺ ചേട്ടനാണ് പ്രശ്നം തുടങ്ങിയത്, ജോൺ ചേട്ടൻ അടി മേടിച്ച് എല്ലാവർക്കും അങ്ങനത്തെ ഒരു സാധനം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലോറിൽ പെർഫോം ചെയ്യുമ്പോഴും ചോദിക്കുന്നത് നിന്റെ ചുവന്ന ടീഷർട്ട് ഉണ്ടോടാ. പുള്ളിയുടെ തലയിലേ അല്ല ഞാൻ ഇട്ട് വന്നിട്ട് ചേട്ടൻ പറഞ്ഞിട്ട് നീ ഇന്നൊരു ചുവന്ന ടീഷർട്ട് ഇട്ട് വന്ന് പെർഫോം ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇതിന്റെ ഒരു മെയിൻ ആളുണ്ട് അവിടുത്തെ അവരുടെ മെയിൻ ഹെഡ് പോലെ പുള്ളി ഭയങ്കര പുള്ളിനെ കണ്ടല്ലോ. പുള്ളി വന്നിട്ട് ഇതുപോലെ വന്നിട്ട് നമ്മൾ രണ്ടുപേരും വന്നിട്ട് വിശന്നിട്ട് ഇതുപോലെ പൊറോട്ട കഴിക്കാൻ ഒരു മോഹം. അതും കഴിഞ്ഞപ്പോ എല്ലാ പേടും കഴിഞ്ഞ് നമ്മള് കഴിക്കാറില്ല. അപ്പൊ എനിക്കൊരു ധൈര്യമുണ്ട്, എനിക്ക് അടി കിട്ടൂല അവിടെ നിന്നുള്ള. അല്ല നമുക്ക് അടി കിട്ടില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. നമ്മളവിടെ ഡീസെന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ഈ പുള്ളി എഴുതിച്ചിട്ട് ഇങ്ങനെ പോട്ടെ നടന്നൊക്കെ നടന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരിപാടിയൊക്കെ സ്ഥലം സ്റ്റേ ചെയ്തിട്ട് എന്നിട്ട് പിന്നെ ഈ പുള്ളി പെട്ടെന്ന് ഫ്ലിപ്പ് അടിക്കും. എന്നിട്ട് ഇതുപോലെ പറഞ്ഞ് ഇത് നടന്നവിടൊക്കെ നടന്നു എന്നും പറഞ്ഞ് ഇത് അവിടെ പോയി പുറത്തൊന്നും പോയി പറയാൻ നിൽക്കണ്ട കേട്ടോ. അപ്പൊ അവരെയൊക്കെ കെട്ടിറങ്ങിയിട്ടില്ല. അങ്ങനൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോ പറഞ്ഞു അടുത്തടി പൊട്ടുന്നു പുള്ളി വിട്ടു. അല്ല അത് പറഞ്ഞത് നിങ്ങൾ വേറൊരു സ്ഥലത്തും ഷോ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. ഇനി കേരളത്തിലൊരിടത്തും ഷോ ചെയ്യും. അവിടെ തന്നെ ഷോ ചെയ്തു അല്ലേ? അതൊക്കെ സംഭവിച്ചു പോയി. പക്ഷെ ഞാൻ പറയണെങ്കിൽ എനിക്ക് എന്റെ ഏറ്റവും ബെസ്റ്റ് ന്യൂ ഇയർ അതായിരുന്നു. ബെസ്റ്റ് ന്യൂ ഇയർ അതായിരുന്നു. അനീസ് പറയാം, അനീസിന്റെ 2023 എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഏറ്റവും ഹൈലൈറ്റ് എന്തായിരുന്നു? എല്ലാ ദിവസവും അടിപൊളിയായിരുന്നു. എനിക്ക് അങ്ങനെ 2020 സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നു. നെഗറ്റീവേ അല്ലല്ലോ. അല്ല, ഞാൻ മറ്റുള്ളവർക്കാണ് നെഗറ്റീവ്, അതാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ ഭയങ്കര പോസിറ്റീവാണ്, പക്ഷെ ആളുകൾക്ക് അത് നെഗറ്റീവായിട്ടാണ് തോന്നുന്നത്. എനിക്ക് കഴിഞ്ഞ റീസെന്റ് ഇയേഴ്സിലെല്ലാം ഞാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു സെറ്റ് ബാക്കോ അല്ലെങ്കിൽ മോശം ദിവസം തോന്നാനില്ല. എല്ലാ ഹൈ പോയിന്റ് ആയിരുന്നു. ഈച്ച് ആൻഡ് എവറി ഡേ. ഈവൻ ഇന്ന് ശരിക്കും ദീപകിന് ഹൈ പോയിന്റ് ഉള്ള ഡേ ആയിരുന്നു, പക്ഷെ അതിൽ ഹൈ ഞാനായിരുന്നു. സോ എനിക്ക് എന്നെ സംബന്ധിക്കുന്നത് ബെസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. പക്ഷെ ശരിക്കും ദീപകിനാണ് ബെസ്റ്റ് ഡേ. അതായത് ദീപകിന്റെ ഗേൾ ഫ്രണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദീപകിന്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട്.
ദീപകിന്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട് മലയാളിയല്ല. അതുകൊണ്ട് എന്തും പറയാം പോഡ്കാസ്റ്റിൽ എന്തും പറയാം. ഇവിടെ എന്ത് പറഞ്ഞാലും 2023 ദീപകിന്റെ 3ാമത്തെ ഗേൾഫ്രണ്ട്. ഏറെക്കുറെ ശരിയാണ്. അല്ല, ദീപകിന് ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട് മലയാളിയല്ല, മുംബൈയിലാണ് താമസിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ദീപകിന് ഗേൾഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു. തെറ്റിദ്ധരിക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് എന്ന് പറയുന്നത്. മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു പുള്ളിക്കാരി ദീപകിനെ കാണാൻ വരുന്നുണ്ട്, അപ്പൊ ദീപകിന് സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ ദീപകിന് എയർപോർട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പുള്ളിക്കാരി എക്സൈറ്റഡ് ആയി. പുള്ളിക്കാരി തന്നെ ഇങ്ങനെ വന്ന് സർപ്രൈസ് ചെയ്തു. അപ്പം അതുകൊണ്ട് നാട്ടിൽ വരായിരുന്നു പുള്ളിക്കാരി. എയർപോർട്ടിൽ വന്ന് ദീപക് കണ്ടിട്ട് തിരിച്ചു. ഇവിടെ വെച്ച് കണ്ടിട്ട് നിർത്തിയിട്ട് പോകരുത് നിങ്ങൾ, ബാക്കി കിട കേൾക്കണം. അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇന്ന് പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന ദിവസം December 30th പുള്ളിക്കാരി ഈവനിങ് എത്തുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങള് ഇന്ന് വൈകുന്നേരം ജോണിന്റെ കസിൻ എയർപോർട്ടിൽ വരുന്നുണ്ട്, പിക്ക് ചെയ്യാൻ പോകണമെന്ന് ദീപകിനോട് പറഞ്ഞു. ദീപക് ഒന്നും നോക്കാതെ ഒറ്റ വാക്ക് പോലും ചിന്തിക്കാതെ ഡ്രസ്സൊക്കെ മാറി എന്റെ കസിനിൽ എന്ത് ഇത്ര പ്രതീക്ഷ, അതൊന്നും നമ്മളവിടെ പറയാൻ പോകണ്ട. ചാടി വണ്ടിയിൽ ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനും ജോണും ദീപക് കൂടെ എയർപോർട്ടിലേക്ക് പോകാൻ ഇറങ്ങി. 5:30 വരുമെന്ന് പറഞ്ഞിരുന്നു. എന്റെ ടീഷർട്ട് കൂടെ പോയി. അല്ല, ദീപകിന് ഇതിലുണ്ടായിരുന്ന അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിന്നർ എന്റെ കസിന്റെ വകയാന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഡിന്നർ നിന്നെ വലിഞ്ഞു കയറി വന്നോ. ഇതിലേക്ക് നമ്മുടെ കുറച്ച് വർക്കുകൾ അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് ദീപകിനെ വിളിച്ചിട്ട് ഞങ്ങൾ 3 മണി എയർപോർട്ടിൽ പോയി. ഞങ്ങള് അറൈവൽ കൊച്ചൊന്ന് നിൽക്കാൻ മെസ്സേജ് അയച്ചായിരുന്നു, എത്തിന്ന് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോഴൊക്കെ ഇവൻ പുറത്തേത് ചായക്കടയുടെ ഫ്രണ്ടില് ഷെൽഫിൽ നോക്കി നിൽക്കാം, കസിൻ വരുമ്പോ ഏതോ ഓർഡർ ചെയ്യേണ്ടത്. അങ്ങനെ ദീപക് നടന്നൊരു ചായക്കട ഫ്രണ്ടിൽ പോയി. ഞാനും ജോൺ അറൈവൽ നിന്ന്, കാരണം ജോണിന്റെ കസിനാണല്ലോ വരുന്നത്, ദീപക് ശ്രദ്ധിക്കാതെ പോയി നിന്നത്. ഞങ്ങൾ നോക്കിയപ്പോൾ നടന്നു വരുന്ന എന്റെ രൂപത്തിൽ ദീപകിന്റെ ഗേൾഫ്രണ്ടാണ്. ഞാൻ ഒരാളെ കണ്ടിട്ടുള്ളൂ മുന്നേ. പക്ഷെ അത് പുള്ളി ഒരു തവണ പുള്ളിക്ക് മനസ്സിലായിരുന്നു ആ വീഡിയോക്ക് എത്തെങ്ങനെ. ഇല്ല, ഞാനിങ്ങനെ ശരിക്കും ചിന്തിച്ചതെന്ന് വെച്ചാൽ ഞാൻ എന്തൊരു പൊട്ടനാണ്. എനിക്ക് അതേ പറയാം. അതായത് അറൈവലിൽ ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പൊ അവിടുന്ന് സത്യം കേട്ടോ, കറക്റ്റ് ചിന്തയാണ്. ആ കുട്ടിയോട് ഇറങ്ങിയത് ഞാൻ ജോണ് നോക്കിയതാണോ, ഞാൻ ഉറപ്പ് അത് തന്നെയാണ്. ഞങ്ങൾ ഇട്ട് ഉറപ്പിച്ചിട്ട് ഞാൻ ക്യാമറ എടുത്ത് ഓൺ ചെയ്ത് ദീപകിനെ ഫോക്കസ് ചെയ്തപ്പോൾ ആ കുട്ടി എന്റെ അടുത്തേക്ക് വന്നു. ഞങ്ങള് ആ കുട്ടി അങ്ങോട്ടേക്ക് നടന്ന് ദീപകിന്റെ അടുത്തേക്ക് ഞാൻ ദീപകിനെ ഫോക്കസ് ചെയ്തു. ഞാൻ ക്യാമറ നോക്കുമ്പോൾ ദീപക് ഞെട്ടിദ്ധരിച്ചിരിക്കേ. ഈ പിള്ളേരൊക്കെ എന്തെങ്കിലും ഒരു നിർവികാരനായിരുന്നു എനിക്ക് എന്നിട്ട് ജോണിന്റെ കസിനായിരുന്നു. എന്നോട് പറഞ്ഞില്ലല്ലോ ജോണിന്റെ കസിനായിരുന്നു കാമുകിന്റെ അടുത്തല്ലേ. ആ വീഡിയോ ഭയങ്കര എനിക്ക് ഭയങ്കര രസമായിട്ട്. അതിന്റെക്കാട്ടി കൂടുതൽ സർപ്രൈസ്ഡ് ആയ ദേവനാണ്. അതെ അതെ, ഞാൻ നോക്കുമ്പോ ഞാൻ ഇതിന് പോയിട്ടില്ല. ഞാൻ സർപ്രൈസിങ് വീഡിയോ ഗ്രൂപ്പിലെടുത്ത് കണ്ടപ്പോഴത്തേക്കും ഞാൻ അലക്കിയിട്ടിട്ട് പോയി എന്റെ ടീഷർട്ട് പുള്ളി ഇട്ടേക്കുന്നു. എന്റെ കാണാതെ പോയ ടീഷർട്ട് മുംബൈയിൽ നിന്ന് പുള്ളിക്കാരി ഇട്ടുണ്ടാവും. അതെ, ഇത് നല്ല സർപ്രൈസ് കിട്ടിയത് അവനാ. ഇതിന് ഏറ്റവും ഇതുള്ള കാര്യം എന്താണെന്ന് അറിയോ, ഗേൾഫ്രണ്ടിന്റെ പേര് പറയാൻ പറ്റും. കഞ്ചൻ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഇത് എങ്ങനെ വർക്ക്ഔട്ട് ആവും എന്നുള്ളതാണ്. അതായത് ഒരാളെ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യാൻ പോകുമ്പോ ഡ്രൈവറിന്റെ കൂടെ ഒരാൾ കയറി വരും, നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇങ്ങനെ പിന്നെ ഒരാളും കൂടി കയറി വരണം, അത് അവർക്ക് മനസ്സിലാണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാടിനെ കുറിച്ച് അറിയണ്ട, ഒരു കസിൻ ഗൾഫിൽ പോകണമെന്ന് ഞങ്ങള് ട്രാവലർ വിളിച്ചു പോകണോ. അവർക്കത് പരിചയമില്ല, അവർക്ക് പരിചയമില്ല. ഏതായാലും പുള്ളിക്കാർക്ക് ഈ പ്ലാൻ പൊളിഞ്ഞു പോകുമോ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ദീപക് എന്തിനാണ് ജോണിന്റെ കസിനെ വിളിക്കാൻ വരുന്നത്, അതെങ്ങനെ നമ്മൾ കൺവിൻസ് ചെയ്യിക്കുന്നത്. ഞാനും അതൊരു എത്ര നേരം ചിന്തിച്ചിട്ടില്ല. ഞാൻ എന്തിനാണ് കസിൻ ടെൻഷൻ മൊത്തം നിങ്ങളെങ്ങനെ പറ്റിക്കുന്നു, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നമ്മള് ഇത്ര കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഒറ്റ വാക്കേ പറഞ്ഞത്, ജോണിന്റെ കസിൻ വരുന്നുണ്ടോ, ദീപക് വൈകിട്ട് പോണം, എന്തിനു പോകണം എന്നുള്ള ചിന്തയൊന്നുമില്ല. ദീപക് ചാടി വീണു, നമ്മള് ദീപകിനെ കൊണ്ടുപോയി ഞെട്ടിച്ചു. ഞാൻ ചെട്ടി. എനിക്കിത് തന്നെ, എനിക്ക് ആദ്യം തോന്നി അയ്യോ ഞാൻ എന്തൊരു പൊട്ടനാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന 2 ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു പ്ലാനിട്ട് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളൊരു സാധനം. ഞാൻ ആദ്യം സർപ്രൈസ്ഡ് അല്ല, ഞാൻ ഇങ്ങനെ അയ്യോ ഞാൻ ഇതിന് മണ്ടനാണ്. മറ്റേ പ്രാങ്കില് ക്യാമറ കാണിക്കുമ്പോൾ നമ്മൾ ആദ്യം ഞെട്ടല്ലേ, അയ്യോ ഇത് പുറത്താരും അറിയരുത് എന്നുള്ളൊരു ധൈര്യമായിരുന്നു. പക്ഷെ അത് നന്നായി എക്സിക്യൂട്ടീവ് ചെയ്തതാണ്. അനീസിന് സന്തോഷം. അതാണ് അനീസിന്റെ സന്തോഷം, ബാക്കിയുള്ളവരെ സന്തോഷിപ്പിച്ചു. കാണിക്കാനുള്ള കുറുമ്പ് കാണിക്കാം, പിന്നെ ഹാപ്പി ആവും. നമുക്ക് ചുറ്റുമുള്ളവരെ ഹാപ്പി ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ട്രീറ്റ് തരണം അല്ലേ, കാരണം മുംബൈയിൽ നിന്ന് വന്ന എന്റെ കസിൻ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. അതെ, മഹാദേവൻ പറയാം 2023 എങ്ങനെ ഉണ്ടായിരുന്നു ബാലൻസ് ചെയ്യാം. മഹാദേവന്റെ 2023 എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ മറ്റേ ഇതിലൊക്കെ സ്പോട്ടിഫൈല് നിങ്ങളുടെ ഇയർ എന്ന് പറഞ്ഞ് കാണിക്കില്ല, അതുപോലെ ബമ്പിളില് കാണിക്കും മഹാദേവന്റെ 2003 മഹാദേവൻ റാപ്ഡ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട്
മഹാദേവൻ യു വേർ എ ഗോസ്റ്റ് എന്നല്ലേ? മഹാദേവൻ യു വേർ എ ഗോസ്റ്റ്. Don't get too personal. Okay, leave it. അല്ല പറ, നീ 2023 പറഞ്ഞ 2023 ഹൈ പോയിന്റ് പറയും. നമ്മുടെ എല്ലാം കരിയർ വൈസ് നമ്മുടെ റിയൽ പാഷൻ ആയ പോഡ്കാസ്റ്റിംഗ് തിരിച്ചറിയുന്നതാണ്. അതെ, വെറുതെ കോമഡി. 2023 നമ്മൾ ഈ കളക്റ്റീവ് ഫോം ചെയ്ത് കളക്റ്റീവ് പേര് കോമൺ ആയിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി ഇതാണ്. അല്ല, എനിക്ക് മറ്റേ സെപ്റ്റംബർ 11 എന്റെ കല്യാണം മുടങ്ങിയത് എന്റെ പോസിറ്റീവ്. ഇതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് ആണ്. എന്റെ പോസിറ്റീവ് ഇങ്ങനെയാണ്. അത് എഡിറ്റ് ചെയ്തേക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് മൊത്തം തന്നെ കട്ട് ചെയ്യലാണ്. അല്ല, 2023 സെപ്റ്റംബർ 11 ഷോ നമ്മൾ 500 ടിക്കറ്റ് വിറ്റ് തിരുവനന്തപുരം ക്ലബ്ബ് സോൾഡ് ഔട്ട് ആക്കിയത് എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തൊരു വലിയ ചലഞ്ച് എടുത്ത് നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്തത്, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തത്. 4 കൊല്ലം നമുക്ക് അതന്നെ പറഞ്ഞു നടക്കാം. 4 കൊല്ലം പറഞ്ഞു നടക്കാം. കുറെ അധികം അല്ല, നമ്മൾ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഷോ ആയിരുന്നു. ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും വലിയ ഷോ അതൊരു എനിക്ക് തോന്നുന്നു വളരെ, എനിക്ക് പേഴ്സണലി എനിക്ക് എന്നും ഒരു 2050 ആയാലും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തു നമുക്ക് എല്ലാവർക്കും അത് പറയാൻ പറ്റാൻ ലെവൽ ഒരു വലിയ, കാരണം ഒരു കല്യാണം, മുടങ്ങിയ കല്യാണം, അതേ ഹാള്, പിന്നെ എന്റെ അച്ഛനും അമ്മയും എന്റെ സ്റ്റാൻഡപ്പ് കാണാൻ വന്നു എന്നുള്ളത് ആദ്യമായിട്ട്. അപ്പൊ അങ്ങനെ അത് എനിക്ക് തോന്നുന്നു എന്റെ 2023 ഹൈ പോയിന്റ് അതായിരുന്നു. 2 ഹൈ പോയിന്റ് ആയിരുന്നു. നീ ദേവൻ 2 ഹൈ പോയിന്റ് കഴിഞ്ഞ വർഷം, അല്ല ഈ വർഷം നമുക്ക് വരുമ്പോ കഴിഞ്ഞ വർഷം. പക്ഷെ 2023 എങ്ങനെയുണ്ട് ദേവൻ? ഹൈ പോയിന്റ്സ് എന്താ? എന്തെങ്കിലും ലോ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു. ലോ പോയിന്റ്സ് നെഗറ്റീവ് എനർജിയാണ്. അല്ല, ഞാൻ മറ്റേ വണ്ടിയിൽ നിന്ന് വീണുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വണ്ടിയിൽ നിന്ന് വീഴുന്നത്. അതൊരു ലോ പോയിന്റ് ഒന്നല്ല. പക്ഷെ ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയത്. കാരണം ഞാൻ അതുവരെ അത് ചിന്തിച്ചിട്ടില്ല. പിന്നെയും പോയ ട്രാഫിക് ഇഷ്യൂസ് കേട്ടോ. എന്നുവെച്ചാ അതുവരെ നമ്മളങ്ങനെ എന്തോ ഇപ്പൊ എത്രയോ പേരാണ് ആക്സിഡന്റിൽ ആവുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ലാതെ റോഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും. അപ്പൊ നമുക്ക് ഇത് ആരോട് പറയണമെന്ന് അറിയത്തില്ല. ഇത് ആരെ കുറ്റം പറയണം, ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇനിയും വീണുകൊണ്ടിരിക്കും. നമുക്ക് പറയാം നമ്മൾ തന്നെ ചിലപ്പോൾ ഇനി വീഴും. അതൊരു ഭയങ്കര ഒരു ഡിപ്രഷൻ പരിപാടി പോലെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ മഹാദേവൻ എങ്ങനെ വീണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ 2ാമത്തെ എപ്പിസോഡ് സെപ്റ്റംബർ 11 കല്യാണത്തിന്റെയും വീഡിയോസ്, ഈ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. സെപ്റ്റംബർ 11 കല്യാണ ഷോയുടെ കുറെ വീഡിയോസ് നമുക്ക് കൺട്രോൾ മീഡിയ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ട്രാഫിക്, നമ്മൾ പോഡ്കാസ്റ്റ് ട്രാഫിക്കിനെ പറ്റി ചെയ്തതിനകത്ത് മഹാദേവന്റെ ആക്സിഡന്റ് സ്റ്റോറി വളരെ ഡീറ്റെയിൽ ആയിട്ട് വ്യക്തവും ശക്തവുമായി പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോയിന്റ് ഹൈ പോയിന്റ് പറഞ്ഞു, ലോ പോയിന്റ് പറഞ്ഞ ഹൈ പോയിന്റ് പറഞ്ഞു. ഇല്ല, ഞാൻ യൂഷ്വലി അങ്ങനെയാണല്ലോ. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിലും അല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ഞാൻ പോസിറ്റീവ് ആയി കാണും. എന്നെ ഒന്നും അങ്ങനെ അഫക്ട് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ ഹെവി ചില സമയത്ത് അങ്ങനെ ഭയങ്കര ഡൗൺ ആയി പോകുമെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഹാപ്പിയാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ, പിന്നെ ലൈഫിന്റെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറുന്നുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു ഈ വർഷത്തിലായിരിക്കും കുറച്ചുകൂടെ. നമ്മൾ തുടങ്ങിയപ്പോ ആക്ച്വലി സ്റ്റാൻഡപ്പ് കോമഡി നമ്മുടെ ഒക്കെ ഡൗൺ ആയിരുന്നു ഭയങ്കര അധികം. നമുക്ക് ആദ്യത്തെ 2-3 മാസം വേറെ എന്തൊക്കെ ഡൗൺ ആയിരുന്നു. അനീസിക്ക നമുക്കാണെങ്കിൽ അനീസിക്ക 10 മിനിറ്റ് തുണ്ട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മറ്റേ വല്ല ബെറ്റിംഗ് ഗെയിം തുടങ്ങാം അല്ലേ അനീസിക്ക? അല്ല, ഒരു എപ്പിസോഡ് നമുക്ക് അങ്ങനെ പറയാം. അനീസിക്ക എന്തെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പൈസ വെക്കാൻ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തൊരു പോഡ്കാസ്റ്റ് ചെയ്യാം, എന്നിട്ട് പോൺ ഹബിൽ ഇടണം എന്നുള്ള. അപ്പൊ അനീസിക്ക ഓരോ പ്രാവശ്യം ഇതേപോലെ തുണ്ട് പറയുമ്പോ എനിക്ക് നമുക്ക് ആ സ്പെഷ്യൽ ആൾക്കാരിലേക്ക് ഒരു 100 പേര് കമന്റ് ചെയ്യുകയാണ്. നമ്മള് ഓരോ ഒരു ചലഞ്ച് വെച്ചിട്ട് പോഡ്കാസ്റ്റ് ചെയ്ത് സ്ട്രിപ്പ് ചെയ്യണമെന്ന് 100 പേര് കമന്റ് ചെയ്താൽ അടുത്ത പോഡ്കാസ്റ്റ് നീ സ്ട്രിപ്പ് ചെയ്ത് കാണാൻ ആൾക്കാരാ. നീ 100 പേര് കമന്റ് ചെയ്താൽ 100 കമന്റ് ഇട്ട് നിനക്ക് വിളിക്കുവോ? 100 പേര് കമന്റ് ചെയ്താൽ അത് ചെയ്യാന്നല്ല പറഞ്ഞത്. നമ്മുടെ ആനിമൽ എപ്പിസോഡിൽ ഒരു 100 കമന്റ് ഇല്ല. അതാ 100 50 ഇട്ട് വൈദ്യുതി അഭിപ്രായം ചെയ്യാൻ എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞാൽ ഞാൻ ചെയ്യൂലോ. എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞാൽ ഞാൻ ചെയ്യൂലോ. എന്തിനാ 100 പേര് 50 പേര്? ഞാൻ മൊത്തത്തിലായോണ്ട് ഇത് നമ്പർ പിടിച്ചു നോക്കാം. എന്റെ ഹൈപ്പ് അനുസരിക്കും. എന്റെ ഷുഗർ ഹൈ ആയി. കഴിഞ്ഞ വർഷം 200, ഈ വർഷം 300, അടുത്ത ദിവസം 400 എക്സ്പെക്ട് ചെയ്യുന്നു. ഹൈപ്പ് ഞാൻ അച്ചീവ് ചെയ്തോണ്ടിരിക്കും. അത് ന്യൂ ഇയർ റെസൊല്യൂഷൻസിൽ നമുക്കത് കവർ ചെയ്യാം. അത്യാവശ്യം ഘടകമാണ്. നിങ്ങളുടെ 4 പേരുടെയും ഹൈ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ കവർ ചെയ്യുമെന്നുള്ള മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്ക്. നിങ്ങൾ കോമൺ ആയിട്ട് വിറ്റിനെ പറ്റിയാണ് പറഞ്ഞത്, നമ്മുടെ പ്രൊഫഷനെ പറ്റി പറഞ്ഞത്. ഇത് പേഴ്സണൽ ഹൈ പോയിന്റ് പറയാമല്ലോ. ഭാര്യ ഗർഭിണിയായി,
ഓ ഇല്ല, ഭാര്യ ഗർഭിണിയായി. അതാണ് ഹൈ പോയിന്റ്. ഹൈ പോയിന്റ്. ഭാര്യ ഗർഭിണിയായില്ലല്ലോ. എന്തിനാണ് എല്ലാ എപ്പിസോഡിലും എന്റെ ഭാര്യനെ കൊണ്ടിടുന്നത്? പിന്നെ നിന്റെ കാമുകന്മാരുടെ കാര്യം ഇവിടെ പറയാൻ പറ്റും, അത് അതിനും അറിയത്തില്ലേ? ഇല്ല, സമയ ഷൂട്ടിന് മുന്നേ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ചേട്ടൻ പറഞ്ഞതില്ലേ കല്യാണം കഴിഞ്ഞ് ഈ വർഷമാണ്, അപ്പൊ അത് ഹൈപ്പോയിന്റ് പറയാനാണ്. എന്നിട്ട് എന്റെ ആനിവേഴ്സറി ഈ വർഷമായിരുന്നു, അതാണ് ഹൈപ്പോയിന്റ്. അതാണ് എന്റെ ഭാര്യയാണ് എന്റെ ജീവിതത്തിലെ ഹൈ പോയിന്റ്. ബേബി കാണും, ഈ എപ്പിസോഡ് കാണും. ഒരു 100 പേര് കമന്റാണ് ഇത് ഡിവോഴ്സ് ചെയ്യാൻ. അതൊരു ഗുഡ് പോയിന്റ്. അതൊരു ഗുഡ് പോയിന്റ് ആയിരുന്നു. സ്പ്രെഡിങ് നെഗറ്റീവ്. അല്ല, എനിക്ക് മൊത്തത്തിൽ ഈ കൊല്ലം നന്നായിരുന്നു, നല്ല കൊല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും എൻജോയ് ചെയ്ത ദിവസം എനിക്ക് തോന്നുന്നു, ഞാൻ ആക്സിഡന്റ് ആയിട്ട് വീട്ടിൽ കിടന്നിട്ട് നിങ്ങൾ ഒരു ദിവസം വന്നല്ലാതെ നമ്മൾ തിരിച്ചെന്നെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും വന്നിട്ട് നമ്മൾ ഭയങ്കര അടിച്ചു പൊടിച്ച് ഷാപ്പിംഗ് പോയതല്ലേ? അത് പറയണ്ടെന്ന് വെച്ച സംഭവിക്കും. ആലപ്പുഴ വന്നിട്ട് ഷാപ്പിംഗ് പോയില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു 100 കമന്റ്സ് ആൾക്കാർ ചെയ്യില്ല. അല്ല, അതിന്റെ ഹാപ്പി ഹൈ പോയിന്റ് ഇത് കണ്ടോ ഞാൻ പറഞ്ഞത്. അതായത് മഹാദേവൻ ശരിക്കും പറഞ്ഞ ആക്സിഡന്റ് ശേഷം ഇത്തിരി ലോ ആയിരുന്നു. ആൻഡ് ഓൺ എ ദാറ്റ് പോയിന്റ് നമ്മളത് എൻജോയ് ചെയ്ത് എങ്ങനെ മഹാദേവൻ നമ്മൾ പോയി, നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ ഒരുമിച്ച് അടിച്ചു പൊളിച്ച് തിരിച്ചു വന്നു. പറഞ്ഞ വഴിക്ക് നമ്മള് പോലീസേക്ക് ഇത് 500 രൂപ പിടിച്ചത്. 500 രൂപ പോയ പോട്ട് മഹാദേവ അല്ല നമുക്കാണ് 500 രൂപ പ്രശ്നമാണോ? കാശ് ഇന്ന് പേര് നാളെ പോകും. അല്ല ശരിക്കും ആ ഒരു 10, 12, 15 ദിവസം അങ്ങനെ ഒറ്റയ്ക്ക് ഇതുവരെ കിടക്കാൻ തന്നെ പറ്റൂല, കാലേജ് ടീച്ചർ നടക്കാൻ പറ്റൂല. ഭയങ്കര ഞാൻ നമ്മള് ഇടയ്ക്ക് വീഡിയോ കോൾ വിളിക്കുമ്പോഴും എന്ന് വെച്ചാൽ നമ്മള് തമ്മിൽ അത്ര അറ്റാച്ച്ഡ് ആണെന്നുള്ളൊരു സാധനം അതാവും, ആ ഒരു സാധനം. എന്നിട്ട് നമ്മള് തിരിച്ചു വന്നത് ഭയങ്കര നമുക്ക് ഗേൾ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നല്ല, മഹാദേവനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. മഹാദേവൻ മാത്രം ഒറ്റയ്ക്ക് ഒരു സൈഡില് അതിനകത്ത് വരാൻ പറ്റത്തില്ല. ഗേൾ ഫ്രണ്ട്സിനെ ഞാൻ എനിക്ക് ഗേൾ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്ന പോലെ മഹാദേവനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. എന്റെ ഗേൾ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അവരെന്നോട് ചോദിക്കും, എന്റെ ഗേൾ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കും, ഇപ്പൊ നീ പ്രശ്നമല്ല ആരോടാ കൂടുതൽ ഇഷ്ടം? ഞാൻ എനിക്ക് നിങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടം എനിക്ക് മഹാദേവനാണ്. നിങ്ങൾ എങ്ങനെ കോമ്പറ്റ് ചെയ്യുന്നത്? ആരോടാണ് നിങ്ങൾ കോമ്പറ്റ് ചെയ്യുന്നത്? എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം മഹാദേവനെയാണ്. അപ്പൊ ഇന്ന് രാത്രി മഹാദേവൻ കൂടെ പോക്കും അല്ലേ? 30 ഹൈയില് നിർത്തും. 100 പേര് ഞങ്ങൾ കമന്റ് ഇട്ടാ മഹാദേവൻ കൊടുക്കുമോ? അപ്പൊ നമുക്ക് ന്യൂ ഇയർ, എല്ലാരും ന്യൂ ഇയറിന് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുക. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും റെസൊല്യൂഷൻ എടുക്കുക എപ്പോഴാന്ന് അറിയോ? ഈ ഓണത്തിന്റെ ഒക്കെ എല്ലാ പേപ്പറും കിട്ടി കഴിയും. എന്നിട്ട് ആ മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് എന്റെ അമ്മയ്ക്ക് ഒരു നിരാശ ഉണ്ടാവും. അപ്പൊ ഞാൻ ഒന്നുമില്ല, ഗതിയിട്ടിട്ട് എന്നെ കൊണ്ട് പറ്റില്ല പറയും. ഞാൻ വരുന്നത് അമ്മ അടുത്ത പ്രാവശ്യം നോക്കാം, അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് മേടിക്കും. ഇത് കേൾക്കുമ്പോ അമ്മയ്ക്ക് ഒരു പ്രതീക്ഷ, പോയത് പോട്ടെ മോനെ ഇനി പഠിച്ചോളൂ എന്ന് പറയും. ഈ ഒരു റെസൊല്യൂഷൻ മാത്രമേ എന്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ളൂ. അമ്മ ഏത് വർഷമാണ് മനസ്സിലാക്കി? അമ്മയ്ക്ക് അമ്മ അവസാനം ഇടയ്ക്ക് പറയാം, എല്ലാ തവണ എന്നെ പറ്റിക്കും. മറ്റേ ബിജുവൻ അവിയല് വന്നു, തോരൻ വന്നു, ഓണം വന്നു, വിഷു വന്നു, ക്രിസ്മസ് വന്നു, എന്നിട്ടും ജയിക്കുന്നില്ല. ആനുവൽ പരീക്ഷയ്ക്കൊന്നും തോറ്റിട്ടില്ല. ഞാൻ റെസൊല്യൂഷൻസ് എടുക്കാറില്ല. അനീസിക്ക് ബർത്ത്ഡേയിൽ വിശ്വാസമില്ല. ന്യൂ ഇയർ ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ അനീസിക്ക് മറ്റേതാണ് പരിപാടി. എനിക്ക് ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളത് ഡേറ്റ് ആണ്. ഇനി നിങ്ങൾ അതല്ലെന്ന് ഞാൻ പറഞ്ഞ ആൾക്കാരായിരിക്കും എന്ത് തള്ളാണോ. ഞാൻ ഈ ന്യൂ ഇയറിന് റെസൊല്യൂഷൻ എടുക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് ആലോചിക്കുന്നത്. ഇപ്പൊ ഒരു മനുഷ്യന് നന്നാവണം, അയാൾ ഓഗസ്റ്റ് വിചാരിക്കാണ് ഞാൻ ഡിസംബർ 31 തീരുമാനം എടുക്കാന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. അല്ലടാ, അതെ നമ്മളൊരു പുതിയ പുസ്തകം തുറന്ന് പേരെഴുതി എഴുതുന്ന പോലത്തെ ഒരു സംഭവം. അതായത് നമുക്കറിയാം ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ദിവസം ഇന്നലത്തെ അതേ ഒരു ദിവസത്തിന്റെ മനുഷ്യന്റെ കൺവീനിയൻസിന് വേണ്ടിയാണല്ലോ ശരിക്കും ഈ മന്ത്സ് ഇയർ ഒക്കെ ഉണ്ടാക്കിയത്. ആൾക്കാരും കലണ്ടർ എളുപ്പത്തിന് വേണ്ടി ചെയ്തത് അല്ല, അതിനപ്പുറത്ത് ഇതിന്റെ പ്രസക്തി ഒന്നുമില്ല. ഇപ്പൊ മാസം സ്റ്റാർട്ട് അങ്ങോട്ടേക്ക് മാസം ബിഗിൻ ചെയ്യുന്നത് നമ്മൾ റെസൊല്യൂഷൻ എടുക്കൂല. അതാണ് ദിവസം എവിഡന്റ് ആയിട്ട് കാണുന്നത്, ക്ലിയർലി എവിഡന്റ് ആയിട്ട് കാണുന്നത്. ഒരു രാത്രി കംപ്ലീറ്റ് ആയി പകൽ വരുന്നത് കുറച്ച് എവിഡന്റ് ആണ്. ഒരു സ്റ്റേജ് എൻഡ് ഡൗൺ ചെയ്തു, പിന്നെ റൈസ് ചെയ്തു. ആൾക്കാർക്ക് മാറണമെങ്കിൽ നാളെ രാവിലെ മാറിക്കൂടെ? എന്തിനാ ഈ 31-ാം തീയതി രാത്രി കഴിച്ചിട്ട് 1-ാം തീയതി മാറുന്നത്? നാളെ മാറ്റത്തിന്റെ പുതിയൊരു സൂര്യൻ. ശരിക്കും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് നന്നാവാൻ പറ്റുന്നത്. ശരിക്കും ഞാൻ ഈയിടെ ഒരു 10 ദിവസം മുന്നേ കണ്ട് ഞാൻ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ നന്നാവാന്ന് ശരിക്കും വിചാരിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് എന്നാ പിന്നെ എന്തായാലും ഇപ്പൊ ഡിസംബർ തീരട്ടെ, എന്നിട്ട് 1-ാം തീയതി ഇപ്പൊ ഓഗസ്റ്റിൽ ഒരാൾ പറയുകയാണ്, അളിയോ നിന്റെ ആ പ്രശ്നം ഭയങ്കര മോശമാണ്, ശരിയാക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും അടുത്ത വർഷം ചെയ്യുന്നത് ഇവിടെ പലരും തീരുമാനിക്കണം. അങ്ങനെ എന്തിനാ മാറ്റി വെക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റാൻ അതിയായ ആഗ്രഹം, നിങ്ങൾ തൊട്ടടുത്ത മൊമെന്റിൽ മാറ്റുക എന്നുള്ളതാണ് മാറ്റാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾ മാറ്റില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ജനുവരി 10-ന്റെ അപ്പുറത്തേക്ക് ഇത് കൊണ്ടുപോകുന്നു. ഇല്ല, നമ്മളിത് ഞാൻ ജസ്റ്റ് എവിടെയോ വായിച്ചതാണ്. അതായത് ന്യൂ ഇയറിൽ എടുക്കുന്ന റെസൊല്യൂഷൻ 6 times more സക്സസ്
ഇതാണ് സക്സസ് റേറ്റ് കൂടുതൽ. സക്സസ് റേറ്റ് കൂടുതലാണ്. ബാക്കി പറഞ്ഞു വർഷത്തിലാണ്. വർഷങ്ങളായിട്ട് ആൾക്കാർ പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് റെസൊല്യൂഷൻ എടുക്കുന്നത് നല്ല. ഞാനൊരു സെൽഫ് ഇംപ്രൂവ്മെന്റ് ഫ്രീക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏതൊരു ഓപ്പർച്യൂണിറ്റിയും ചേഞ്ച് ചെയ്യാൻ എപ്പോഴും എന്നെ ബെറ്റർ ആക്കുക എന്നുള്ളൊരു സാധനം എനിക്കുണ്ട്. എന്തെങ്കിലും റുട്ടീൻ കൊണ്ടുവരിക ചെറിയ രീതിയിൽ. അങ്ങനത്തെ ഒരു സാധനത്തിന് എനിക്ക് തോന്നുന്നു ന്യൂ ഇയർ ജസ്റ്റ് ഒരു വളരെ ന്യൂ ഇയർ തന്നെ ആകണം എന്നില്ല. പക്ഷെ പണ്ട് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ന്യൂ ഇയർ തൊട്ട് നന്നാവുമല്ലോ, അപ്പൊ അടുത്ത 5 ദിവസം തകർന്ന് അതിനുവേണ്ടിയാണ് തോന്നുന്നത്. അതിങ്ങനെ നമ്മുടെ ഡിസംബർ അവസാനം ലാസ്റ്റ് ദിവസം ഏറ്റവും തിരക്കുള്ളത് ബിവറേജസിലും, ജനുവരി 1 ഏറ്റവും തിരക്കുള്ളത് ജിമ്മിലായിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനാണെങ്കിൽ ഇതേപോലെ ഏതോ ഒരു വർഷം ജാനുവരി 1-ാം തീയതി തൊട്ട് ഡയറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാത്രി ഒരുപാട് കഴിച്ച് രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഭയങ്കര എരിവ്. അപ്പൊ ഞാൻ ബാക്കിയിരുന്ന കേക്കൊക്കെ എടുത്ത് കഴിച്ചു. അതൊരു നമുക്കൊരു പ്രതീക്ഷ വരുന്നത് നമ്മൾ ജാനുവരി 1-ാം തീയതി പുതിയൊരു മനുഷ്യനായിരിക്കും. മനസ്സിലായില്ലേ? നമുക്ക് നേരത്തെ നമ്മുടെ ശരീരത്തിന് ജാനുവരി 1-ാം തീയതി ശരീരം അനീസിക്കാനെ പോലെയാണ്. അതിന് ജാനുവരി 1-ാം തീയതി പ്രത്യേകിച്ച് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ വലിയ കാര്യമില്ലെന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ ദീപക്ജിയാണ്. ദീപക്ജി ഒരു 2 മാസമായില്ലേ ഇപ്പൊ. വെള്ളമടി കംപ്ലീറ്റ്ലി നിർത്തിയെന്നൊക്കെ പറഞ്ഞവൻ ഡെയിലി വെള്ളടിയാന്ന് ആൾക്കാർ വിചാരിക്കും. അല്ല, മുമ്പ് അടിക്കുമ്പോ ഒരുമാതിരി അടി അടിക്കുക. എനിക്ക് എന്റെ ന്യൂ ഇയർ വളരെ എനിക്ക് തോന്നുന്നു ഈ ന്യൂ ഇയർ ഇത്രയും സെൽഫ് ഇംപ്രൂവ്മെന്റ് എടുക്കുന്നതുകൊണ്ട് ഈ ന്യൂ ഇയറിന് മുമ്പേ ഭയങ്കര മോശമാണ് എന്റെ. എനിക്ക് ഡിസംബർ ന്യൂ ഇയർ ആഘോഷങ്ങൾ ഒക്കെ വളരെ, കാരണം ന്യൂ ഇയർ അടുത്ത നാളെ തൊട്ട് നന്നാവല്ലേ. അപ്പൊ ഇന്ന് രാത്രി ഉള്ള എല്ലാം അടിച്ചു തീർക്കണ്ടേ അല്ലേ? ഇന്ന് രാത്രി എന്റെ എല്ലാ ഫാന്റസിയും തീർക്കണ്ടേ. അപ്പൊ അതില് റെസൊല്യൂഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തോന്നും ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ. എനിക്കിപ്പോ അങ്ങനെ കുറെ സാധനങ്ങൾ ഇപ്പൊ അൺഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ട്. അങ്ങനെയാണ് അനീസൊക്കെ സ്റ്റാൻഡപ്പ് നിർത്തണ്ട്. ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല. എനിക്ക് മഹാദേവനാണ് ഏറ്റവും ഇഷ്ടം. ഇതേ നാക്കോട്ടിൽ ഇത്തിരി നീ പറഞ്ഞത് മഹാദേവൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നിട്ട് നാക്കോട്ട് മഹാദേവന്റെ വീട്ടുകാരെ സ്മരിക്കാൻ പാടുന്നു. അടിയവിടെ ഇതാണ് എന്റെ കുഴപ്പം. ഇത് നിർത്തണം. ഈ സാധനം നമുക്കറിയാമല്ലോ ഇതിങ്ങനെ പ്രശ്നമാണല്ലോ. എന്റെ ഈ പ്രശ്നങ്ങൾ എനിക്ക് അടുത്ത വർഷത്തേക്ക് നീക്കി വെച്ചിട്ട് അതിന്റെ ഇയർ എൻഡിൽ റെസൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല എനിക്കുള്ളത്. എനിക്കറിയാം ആ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നിർത്തുവാണെങ്കിൽ ഞാൻ തൊട്ടടുത്ത മൊമെന്റിൽ നിർത്തുന്നതാണ് എനിക്ക് എന്റെ ശരീരത്തിന് എപ്പോഴും നല്ലത്. അതുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ഒരു ജനുവരി 1 തൊട്ട് മാറ്റാന്ന് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നമ്മളെ പറ്റിക്കലാണെന്ന്. അനീസക്കൊക്കെ ശരിക്കും നന്നാവാൻ വേറെ പ്രശ്നമൊന്നുമില്ല. അനീസക്ക് ആകെ ഷുഗർ കൺട്രോൾ. ഞാൻ അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്നാ പറയുന്നത്. അതിൽ നിർത്തുന്ന തൊട്ടടുത്ത ഡയറ്റ് സമയം തൊട്ടടുത്ത ഭക്ഷണം കഴിക്കുന്ന സമയം തൊട്ടാ ഞാൻ ശരിക്കും നിർത്തുന്നത്. അതെല്ലാവരും ക്ഷമിക്കുന്ന ഒരു കുറ്റമാ അല്ലേ? അതെല്ലാവരും ക്ഷമിക്കുന്ന ഒരു കുറ്റമാ. ഇപ്പൊ ആരറിഞ്ഞാലും അതൊരു പ്രശ്നമില്ലാന്ന് വിചാരിക്കും. അത് നന്നാവൊന്നും വേണ്ട. അല്ല, പണ്ട് തൊട്ടേ ആൾക്കാർ നമ്മളോട് പറയുന്നത് തിരിച്ചു അവന് വലിയ പ്രശ്നമുള്ള കാര്യം. എനിക്ക് പ്രശ്നം. പക്ഷെ പണ്ട് തൊട്ടേ ആൾക്കാർ നമ്മളോട് കഴിക്കുമോനെ എന്നെ അങ്ങനെ ശീലിപ്പിച്ച് ഞാൻ കഴിച്ചു. ഞാൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അഡിക്ഷൻ ഉണ്ടോ, വരയ്ക്കുന്നുണ്ടോ? എന്ത് നിർത്തുന്നതിന്റെ കാട്ടി കൂടുതൽ ഒരു ചോദ്യമാണ് എന്തിനു നിർത്തുന്നു. അല്ല, റെസൊല്യൂഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ എപ്പോഴും നിർത്തല് മാത്രമാണ്. ഒരു പുതിയ കാര്യം അതും ഞാൻ പറയുന്നത് ഒരു പുതിയ കാര്യം തുടങ്ങാൻ വേണ്ടി ജനുവരി അവസാനം അല്ല ജനുവരി 1 ആവണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് ഒരു പുതിയ കാര്യം ജനുവരി 1-ാം തീയതി തുടങ്ങുന്ന ഒരു കോഴ്സിന് ഡിസംബറിൽ ചേരാൻ പറ്റില്ല. അത് ഓഗസ്റ്റ് തുടങ്ങുന്ന കോഴ്സിന് നിങ്ങൾക്ക് ജനുവരി കയറാൻ പറ്റത്തില്ല. ഇതേപോലെ തന്നെയുണ്ട്. നമ്മൾ റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടല്ല സ്വയം നമ്മളെ ഇത് ചെയ്യാൻ വേണ്ടി പറയുന്നത്, കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഉണ്ടല്ലോ ഇതിൽ പബ്ലിഷിംഗ് ഉണ്ട്. സോ അതിനെയും മറ്റുള്ളവരെയും പറ്റിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എനിക്ക് ഇങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ സാധ്യത കുറവാന്ന് എനിക്കൊരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ ഉള്ളിൽ എനിക്ക് മനസ്സിലായി. അത് ഞാൻ ഇവിടെ പറയുന്നില്ലെന്ന്. അതെന്താ? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. മാലയെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞാൽ അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാനിങ്ങനെ പല മീറ്റിങ്ങിന് പോയി തള്ളണതാണല്ലോ. 100 പേര് കമന്റ് ചെയ്തത് എന്താണെന്ന് ഞാൻ പേഴ്സണലി മെസ്സേജ് ഇല്ല, നമ്മൾ ഈ കുറെ തള്ളുന്നത് ബിസിനസ് നടത്തുന്നതിന്റെ ഒരു പാട്ടുള്ളൂ. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ ഒരു സാധനം വിഷ്വലൈസ് ചെയ്ത് അതിനെപ്പറ്റി കുറെ തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ചെയ്യാനുള്ള ത്രില്ല്, നമുക്കത് അച്ചീവ് ചെയ്ത പോലത്തെ ഒരു ഫീല് വരും. അതിന്റെ പകുതി വർക്ക് നമ്മൾ എടുത്ത പോലെ തോന്നും. ആ നേരം നമ്മളത് ചെറുതായിട്ട് നമ്മളത് വർക്ക് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുമ്പോ നമുക്ക് അങ്ങനെ അപ്രീസിയേഷൻ കിട്ടുന്ന ഞാൻ വർക്ക് ചെയ്തില്ല. ഞാൻ ഇന്ന് സമയത്ത് വന്നില്ലേ? ഡിസംബർ 30-ാം തീയതി അത് റെസൊല്യൂഷൻ ജനുവരി 1-ലേക്കാവും നോക്കി. ഞാൻ ഈ പോഡ്കാസ്റ്റ് ലേറ്റ് ആവത്തില്ല.
അത് ഇന്നത്തെ പോഡ്കാസ്റ്റിന് സമയത്ത് വേണം തീരുമാനം. അതാ വേണ്ടെന്ന് ഞാൻ പറയുന്നത്. ഈ നാളെ ദിവസം ലേറ്റ് ആണെങ്കിൽ ലേറ്റ് ആവാം, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതാരും ഒരു തെറ്റോ ശരിയോ ഒന്നും പറഞ്ഞൊന്നുമില്ല. അതെടുത്ത് എന്റെ ശരി അതെടുത്ത് ഇനിയിപ്പോ നാളെ ലേറ്റ് ആയാലും കുഴപ്പമില്ല. മനുഷ്യനെ സമ്മതിക്കുന്ന പിന്നെ നമ്മൾ ജിമ്മിന് പോകാൻ തീരുമാനിച്ചു, ഒരു ദിവസം പോയില്ല നമ്മൾ പിന്നെ പോകത്തില്ല, അങ്ങനെ ഒരു പ്രശ്നം. കാരണം നീ ജിമ്മിന്റെ ഒക്കെ ശ്രദ്ധിച്ച ഒരു ദിവസം പോയില്ലെങ്കിൽ ആൾക്കാർ പിന്നെ പോകില്ല. പിന്നെ നമ്മളത് ബാക്കിലേക്ക് വലിച്ചു പോയി. ഞാൻ എല്ലാ ദിവസവും രാത്രി പറയത്തില്ല, നാളെ തൊട്ട് ഞാൻ വരത്തുള്ളൂ ജിമ്മിൽ എന്ന് പറയും. എന്നിട്ട് രാവിലെ പുള്ളി വിളിക്കും. ഞാൻ പറയും നമുക്കിന്ന് വൈകിട്ട് പോയത് പുള്ളി ഈ പിന്നത്തേക്ക് മാറ്റി വെക്കാതെ ഇപ്പൊ ചെയ്യാനും ഒന്ന് നമ്മൾ തള്ളിപ്പോയാലും വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള ഒരു വിൽ പവറും കൺസിസ്റ്റൻസിയുമാണ് വേണ്ടത്. നമുക്ക് മാറ്റങ്ങൾ പതുക്കെ പതുക്കെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ വേറെ ഒരു വ്യക്തിയാകുമെന്ന് വിചാരിച്ചു. അതായത് ഞാൻ വളരെ അലസനായി കിട്ടണതെല്ലാം കഴിച്ച് നടക്കുന്ന ഒരാൾ ജാനുവരി 1-ാം തീയതി തൊട്ട് മാജിക്കലി ഭയങ്കര വലിയൊരു ഫിറ്റ്നസ് ഫ്രീക്ക് ആകും എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. പക്ഷെ ചില രീതിയിൽ നമുക്ക് കഴിക്കുന്നത് കുറയ്ക്കാം. ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് എല്ലാ കാര്യവും. ലോങ് ടൈം എന്റെ ബ്രദർ എപ്പോഴും പറയും ഇഷ്ടമുള്ള കഴിച്ചു, പക്ഷെ അതിന്റെ ലിമിറ്റില് ലോങ് ടൈമിലായത് വേണ്ടത് നീ ഓർക്കണമെന്ന് മാത്രം. പക്ഷെ ഞാൻ ഓർക്കും, ഞാൻ ഇന്നാണ് ഇപ്പോഴാണ് അലുവ മൊത്തം തിന്നു തീർക്കുന്നത്, ഞാൻ ഒരിക്കലും അലുവ തിന്നു തീർക്കും. അതെ, ഇത് ലോങ് ടൈം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റിൽ അലുവ കിട്ടത്തില്ല. ഇത് തീരല്ലേ. എനിക്ക് അങ്ങനെ ഒരു അൺഹെൽത്തി ഈറ്റിങ്ങിലാണുള്ളത്. എനിക്ക് ഈ ഒരു സാധനം എനിക്കൊരു പൊട്ട സ്വഭാവമല്ല അല്ലേ ജോണിനെ പറയാൻ അങ്ങനെ ആകുന്നില്ല. ഭാര്യയെ പറ്റിക്കുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ ജോൺ ആണെങ്കിൽ ഇന്ന് സിഗരറ്റ് വലിച്ചു തുടങ്ങിയത്. അത് അപ്പൊ 31-ാം തീയതി നിർത്താല്ലോ സിഗരറ്റ് വലി. എന്തായാലും ഒരു റെസൊല്യൂഷന് വേണ്ടി ചുമച്ച ജോണെ ആരാണ് സന്തോഷമാഗ്രഹിക്കുന്നത്? നമ്മുടെ ഷോയുടെ പേരാണ് 2023 നമുക്കിപ്പോ നിലവിൽ റൺ ചെയ്യുന്ന ഷോ ആണ് ആരാണ് സന്തോഷം ആഗ്രഹിക്കുന്നത്. നമ്മൾ ആക്ച്വലി ജാനുവരി 21-ാം തീയതി, അതായത് സാധാരണ പറയുന്നത് നമുക്കൊരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ 21 ദിവസമാണ് എടുക്കുന്നത്. അപ്പൊ ജാനുവരി 21-ാം തീയതി നമ്മൾ കൊച്ചിയിൽ ഒരു ക്രൗഡ് വർക്ക് ഷോ ചെയ്യുന്നുണ്ട്. ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണ് ടോപ്പിക്. അതായത് നിങ്ങൾ അതെ, നിങ്ങളുടെ നടക്കാതെ പോയ ന്യൂ ഇയർ റെസൊല്യൂഷൻ അഥവാ നടന്നില്ല എന്ന് നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ വിറ്റ്ഗ്രാം ഇതുവരെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വിറ്റ്ഗ്രാം ഫോളോ ചെയ്യുക. അവിടെയാണ് നമ്മൾ ഷോസിന്റെ അപ്ഡേറ്റ്സ് ഇടുന്നത്. അപ്പോ നമ്മൾ പുതിയ റെസൊല്യൂഷൻ നമ്മൾ സ്പെഷ്യൽ എഴുതുന്നുണ്ട്. നമ്മുടെ 1 hour സ്പെഷ്യൽസ് വരുന്നുണ്ട്. നമ്മൾ വിചാരിച്ച കൂടുതൽ ഇതിന് അക്സെപ്റ്റൻസ് കിട്ടിയോണ്ട് നമ്മൾ കമന്റ്സ് എല്ലാം നമ്മൾ റെഗുലർലി വായിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോ കുറച്ചുകൂടെ കാര്യമായിട്ട് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചുകൂടെ സ്ട്രക്ചർ കൊണ്ടുവരുന്നുണ്ട്, കുറച്ചുകൂടെ പ്രൊഡക്ഷന്റെ കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും സൗണ്ടിന്റെ കാര്യം നമ്മൾ സൗണ്ടിന് വേണ്ടി നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരുടെയും കമന്റ് വായിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും കമന്റ്സ് ഫുൾ ആയിട്ട് വായിക്കാറുണ്ട്. അതെ, അധികമല്ലല്ലോ, പെട്ടെന്ന് പറ്റുന്നതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. അതെ, നിങ്ങൾക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇടുക. അത് കമന്റ് അതെങ്ങനത്തെ കമന്റ്സ് ആയിരിക്കും അറിയാം, എന്നാലും ഇട്ടേക്കുക. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. തുടങ്ങിയ അത്ര എനർജിയിലാണെങ്കിൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.